ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ 2 റാൻഡം സബ്സ്ക്രൈബറിന് ഒരാൾക്ക് 2000 രൂപ ട്രിപ്പും ഒരാൾക്ക് 50,000 രൂപ ലക്ഷറി ട്രിപ്പും കൊടുക്കാൻ പോകും. ഈ 2 സബ്സ്ക്രൈബറിനും 6 ടീമുകളിലും പോവാം. എന്റെ ടീമിൽ വരാം, അല്ലെങ്കിൽ എന്റെ മാനേജറിന്റെ ടീമിൽ വരാം. അപ്പൊ കൂടുതൽ സമയം കളയണം, നമുക്ക് 2 സബ്സ്ക്രൈബറും വിളിക്കാം. മാനേജറും വരും. യെസ്. അപ്പൊ ഈ 2 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇവന്റെ മോനെ നേരത്തെ കണ്ടു കാണും. എങ്ങനെ പിന്നെ ഒരു വീഡിയോ എത്തി? അത് റാൻഡം ആയിട്ട് അർജുൻ ബ്രോന്റെ ഒരു എമർജൻസി കോൾ കാരണം കൊണ്ട് വരേണ്ടി വന്നു. ഇവിടെ വേറൊരാളാണ് വരായിരുന്നത്. അവൻ അവസാനം വിശുദ്ധി തേച്ചുകൊണ്ട് ഇവരിവിടെ എത്തി. ഈ 2 പേരിനകത്ത് ആർക്ക് ഏത് ടീമാണെങ്കിലും പോവാം. എന്റെ കൂടെ വരാല്ലേ ഇവന്റെ കൂടെ വരാം. അപ്പൊ എങ്ങനെ ഡിസൈഡ് ചെയ്യാനാ? കോയിൻ ടോസ്. അപ്പൊ ഹെഡ് ഡെയിലാ? ഞാൻ ഹെഡ്. ആർക്ക് ഹെഡ് വീഴുന്നു ഡെയിലി വീഴുന്നു അവര് ഡിസൈഡ് ചെയ്യാൻ അങ്ങോട്ട് പോകണം. അത്ര ഉള്ളല്ലോ. എന്റെ അനിയനാണ് ഇത് അറേഞ്ച് ചെയ്തത്. അവൻ എന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കുറേയേറെ പൈസ വലിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ലക്ഷറി വേണം കേട്ടാ. അല്ല ഞാൻ ബഡ്ജറ്റിൽ പോകുന്നില്ല. എനിക്ക് വേണം ലക്ഷറി. പറഞ്ഞോണ്ടിരുന്നാ ഫ്ലിപ്പ് ചെയ്യാട്ടോ. ഹെഡ്. ഓ ഹെഡ് നമ്മളെ അല്ല ഞാൻ മാനേജറിനോട് കുഴപ്പമില്ല. ഇവൻ പിന്നെ എന്റെ കൂടെ കൂടി. അതെ ഞാൻ ലക്ഷറി നമ്മൾ ഇപ്രാവശ്യം പോകാൻ പോകുന്നത്. എന്റെ 2 എൻവലപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഈ ചുമന്നത് ബഡ്ജറ്റ് ആയിരിക്കും ഇത് മോസ്റ്റ്ലി. ബഡ്ജറ്റ് അല്ല, ലക്ഷറിയുടെ കളറാണ് ചുമല. നമുക്ക് ലക്ഷറി ഇടാം. നിങ്ങൾ പോയിട്ടോ ബഡ്ജറ്റ് ലക്ഷറി പോയിട്ട്. ലക്ഷറി ആണോ നമുക്ക്? അതല്ലേ ലക്ഷറി ലൈഫ് അല്ലേ? എത്ര ഹൈറ്റ് ഉണ്ട്? ഞാൻ 6'2". അവിടെ എത്തുന്നവരെന്തായാലും നമുക്ക് അറിയാൻ പറ്റുന്ന ലക്ഷറി ആണല്ലേ. അപ്പൊ ഫസ്റ്റ് എൻവലപ്പ് എന്തായാലും തുറക്കണം. രാത്രി 6 ഇപ്പൊ തന്നെ ട്രാവൽ ചെയ്ത് തുടങ്ങണം. അപ്പൊ എൻവലപ്പ് തുറക്കാൻ പോവാണ്. നീ തന്നെ തുറക്കും ഐശ്വര്യമായിട്ട്. പോവാനേ ലക്ഷറി തന്നെ കിട്ടണേ. പ്രാർത്ഥിച്ച് തുറക്കണം അങ്ങോട്ട്. ബസ് സ്റ്റാൻഡ് at 4 AM. ടുമാറോ at 4 AM. അത് കാണിച്ചു കൊടുക്കാം. കം ടു ബസ് സ്റ്റാൻഡ് ടുമോറോ at 4 AM. നാളെ രാവിലെ 4 മണിക്ക് ബസ് സ്റ്റാൻഡിൽ എത്താൻ. ബസ് പിടിച്ചാണ്. ബസ് പിടിച്ചായിരിക്കും, അതൊന്നും കുഴപ്പമില്ല. എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ജെഎംബി അങ്ങനെ നമ്മൾ ചതിക്കത്തില്ല. അവൻ എന്റെ അനിയല്ലേ. ഇതല്ലേ ഫസ്റ്റ്? ഫസ്റ്റ് അതാ. കം ടു ദിസ് ലൊക്കേഷൻ ടുമോറോ at 6 AM. ചെക്ക് യുവർ ഫോൺ. നമുക്ക് ഒരു ലൊക്കേഷനിലോട്ട് പോകണം. ഫോണിൽ അയച്ചിരിക്കുന്ന ലൊക്കേഷനിലോട്ടൊന്ന്. എത്ര മണിക്ക് നാളെ? 6 മണിക്ക്. അപ്പൊ ഇന്നല്ലേ നാളെ പോകണ്ട. ലെങ്ത് ട്രിപ്പാണെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് വല്ല ഫ്ലൈറ്റ് ഒക്കെ ആയിരിക്കും. എന്റെ ബഡ്ജറ്റ് എന്റെ ക്രെഡിറ്റ് കാർഡ് വലിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് വല്ല ആളെ നോക്കിയോ. എന്റെ ഫോണിനകത്ത് ലൊക്കേഷൻ വരും. 6 മണിക്ക് എത്തണം രാവിലെ. ഇപ്പൊ 6 മണി ആയതല്ലോ, 12 മണിക്കൂർ കഴിഞ്ഞാണോ? അപ്പൊ അതൊരു വെയിറ്റ് ചെയ്യാം നമുക്ക്. നാളെ രാവിലെ വന്നാ പോരെ. വാ, സാധനം കിട്ടി. അടുത്ത എൻവലപ്പ്. ഈശ്വര, ഞാൻ തുറക്കാം. ബസ് ടിക്കറ്റ് ഈസ് ഷെയർഡ് ഓൺ യുവർ ഫോൺ. ഗെറ്റ് ഓഫ് അറ്റ് ലാസ്റ്റ് സ്റ്റോപ്പ്. അടുത്ത് വരുന്ന ബസ്സിൽ കയറാണ്. ആലപ്പുഴ ടു മൂന്നാർ. മൂന്നാറോ? മൂന്നാറിൽ എവിടെയാണ് കേട്ടാ? മറ്റേ സെറ്റാണ്. തണുത്ത ചില്ല് ക്ലൈമറ്റില്. ഞാൻ മറ്റൊരു ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ജാക്കറ്റ് ഉണ്ടോ? ജാക്കറ്റ് ഇല്ല. നിനക്ക് തണുപ്പ് കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഞാൻ ഒരു ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്കറിയായിരുന്നു നമ്മൾ ഇതുപോലെ ഒന്നെങ്കിൽ കാശ്മീർ എവിടെയെങ്കിലും ആയിരിക്കും പോകുന്നത് വിചാരിച്ചത്. കുഴപ്പമില്ല, പിന്നല്ല. അതിരാവിലെ വിളിച്ചിട്ട് എന്താണ് ടാസ്ക് എന്ന് നോക്കട്ടെ. ടേക്ക് ദിസ് കീ ആൻഡ് ഗോ ടു ദിസ് ലൊക്കേഷൻ. ലെറ്റ്സ് ഹോപ്പ് യുവർ ബാക്ക് വോണ്ട് ഹേർട്ട്. ഇറ്റ്സ് എ 4-hour ഡ്രൈവ്. ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ല. 2 മണിക്ക്. അയ്യോ, ഞാൻ എങ്ങനെ ഓടിക്കാൻ? എന്നെ കൊണ്ടുവരുന്നില്ല. നീ ഓടിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് തോന്നുന്നില്ല. 4 മണിക്കൂർ. 4 മണിക്കൂർ ആയതുകൊണ്ട് ചിലപ്പോ നല്ല സ്ഥലമായിരിക്കും. ഞങ്ങൾ ഇന്നലെ ഇരുന്ന് നോക്കണായിരുന്നു അടുത്തൊക്കെ എവിടെ ലൊക്കേഷൻ ഉള്ളത്. 4 മണിക്കൂർ എന്ന് വെച്ചാൽ ആലപ്പുഴ 4 മണിക്കൂർ പുറത്തേക്ക് എവിടെ നല്ല ദൂരം പോവാ. ഓ, 4 മണിക്കൂർ. ഞങ്ങളുടെ അടുത്ത് ഏതൊക്കെയുള്ളത് നോക്കണത്. സമയങ്ങളാണ്. അമ്മാരെവിടെയെങ്കിലും എത്തിക്കണം, നമുക്ക് പോവാം. ലൊക്കേഷൻ എന്താ ഫോണിൽ അയക്കുമല്ലേ? ഫോണിൽ കിട്ടുമായിരിക്കും. പക്ഷെ അപ്പം ഇത് മാത്രമല്ല ഇവിടെ. ഇതിനു വേണ്ടിട്ടാണ് ഇവിടെ വന്നത്. ഇതിനു വേണ്ടിയാണ് വന്നത്. എടേ, അതേപോലെ നേരെ പറഞ്ഞാ ഞാൻ വണ്ടി ഓടിച്ച്. കീ എവിടെ? എന്റെ വണ്ടി തന്നെയാ. സ്വന്തം കീ എന്റെ വണ്ടി തന്നെ ഓടിക്കാൻ വേണ്ടിയാ. അല്ലേ പറയണ്ട. നേരത്തെ പറഞ്ഞത് പെട്ടെന്ന് പോയത്. ഞാൻ നല്ല അടിപൊളി ഒരു ബീച്ച് റിസോർട്ട് മൂന്നാറിൽ. മൂന്നാറിലെവിടെ ബീച്ച്? മൂന്നാർ ബീച്ചില്ലേ? ഇല്ല. അന്നൊരു റിസോർട്ട്. ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലല്ലേടാ. മാറിയിട്ട് നോക്കാം. ഈ പ്രാവ എന്തായാലും വിൻഡോ സീറ്റ് വന്നാ നന്നായി. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നല്ല സൂപ്പറായിട്ട് പോവാം. എനിക്ക് കാഴ്ച കണ്ടു പോകുന്നതാണ് ഇഷ്ടം. ഒരു ഹരിതാപയും പച്ചപ്പും ഒക്കെ കണ്ട് ഈ പാതിരാത്രിക്ക് വെളുക്കുമല്ലോ കുറച്ച് കഴിയുമ്പോ. വെളുക്കുമ്പോ കാണാം അല്ലേ? അതാണ് അതിന്റെ ഒരു മര്യാദ അല്ലേ? അതെ, നിനക്ക് അതൊക്കെയാണ് ഇഷ്ടം. പിന്നെ നമ്മള് നേച്ചറായിട്ട് എപ്പോഴും ക്ലോസ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ നേച്ചറിലോട്ടാണ് പോകുന്നത്. നേച്ചറിന്റെ ഏറ്റവും സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. മൂന്നാറിലൊരു ബീച്ച് റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്നാറിൽ എവിടെയാണ് ബീച്ച്? ഇല്ലല്ലേ? റിസോർട്ട് 50 മിനിറ്റ് ആയിട്ട് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. 120 കിലോമീറ്റർ ഇനിയുണ്ട്. എന്റെ പിന്നെ
എനിക്ക് തോന്നുന്നു, എനിക്ക് ഡൗട്ട് അടിക്കുന്ന കേട്ടോ. നമുക്ക് നല്ലതാണാ. എന്നെ കൊണ്ട് ഓടിപ്പിക്കുന്നതിന് ലക്ഷറി ആണെങ്കിൽ അവിടെ ചെന്നിട്ട് ബാക്കി കിട്ടിയാലും അവിടെ ചെന്നിട്ട് പോലെ അവന്മാരെ ഞാൻ ഇപ്പൊ വിളിച്ചത് തിരക്കിയനെ. പക്ഷെ അവന്മാര് ഇപ്പൊ ചിലപ്പോ നല്ലതാണെങ്കിൽ അതിനെക്കാട്ട് നമ്മൾ ഉറപ്പിക്കും അവിടെ നിന്നിട്ട്. നമ്മുടെ നല്ലതാണെന്ന് ഉറപ്പ് കിട്ടി കഴിഞ്ഞാൽ അവന്മാരെ വിളിക്കാലോ. അവര് ധൈര്യമായിട്ട് വിളിച്ച് നമുക്ക് സംസാരിക്കല്ലേ. കണ്ട ഒരു നേച്ചർ ലവർ കിടന്ന് ഉറങ്ങുന്ന കറക്റ്റ് സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് പോയിരുന്നാ. അവിടെ നോക്കി ഒരുത്തന്റെ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ തുണി കഴിയുന്നു ആ മൂലക്ക്. ഇതിനെ കാണുന്നുണ്ടോ അറിയത്തില്ല. അവിടെ അടുത്ത് ഇരിപ്പുണ്ട്. ഇനിയും പൊക്കത്തോട്ട് കാണിക്കുന്നു കേട്ടോ. 10 കിലോമീറ്റർ നോക്കി. ഇനിയും പൊക്കത്തോട്ട് 10 കിലോമീറ്റർ. ഇവന്മാര് മലപ്പൊക്കത്ത് വല്ല ഷെഡ് വല്ല വേണ എനിക്കറിയത്തില്ല. വല്ല ഗുഹ വല്ല കണ്ടുപിടിച്ചിട്ട് നടുവൊക്കെ പോയി. അങ്ങനെ എത്തി ലാസ്റ്റ് സ്റ്റോപ്പിൽ. ലാസ്റ്റ് നമ്മള് കത്തില് പറഞ്ഞ പോലെ ലാസ്റ്റ് സ്റ്റോപ്പിൽ എത്തി. ഇവിടുന്ന് എന്താ പരിപാടി ഒന്നും നോക്കാം. ഇപ്പൊ എവിടെയാണ് എന്താന്നൊക്കെ നമുക്ക് ആൾക്കാരോട് ചോദിക്കാം. മൂന്നാറല്ലേ ലാസ്റ്റ് സ്റ്റോപ്പ്? മൂന്നാറാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രാവലൊക്കെ? ട്രാവല് ലക്ഷറി ആണല്ലേ. എന്റെ നടുവേന എടുത്തിട്ട് പാടില്ല. ഞെരുങ്ങിയാ വന്നത്. എന്തായാലും നമുക്ക് ലക്ഷറി വില്ലയിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. ഇവിടുന്ന് പോകുന്ന ബുദ്ധിമുട്ടായിരിക്കുക. നേരെ പോകാറുണ്ട്. അത്രക്ക് വഴുക്കൊക്കെ ഉണ്ടാ? വഴുക്കില്ലേ? ഒരുത്തൻ പറഞ്ഞ ഒടുക്കത്തെ കുത്തനെ കയറ്റുവാണ് അവിടം വരെ ഓട്ട്. കുത്തനെ കയറ്റുവാണോ? കുത്തനെ കയറ്റുക. ഇവന്മാരെ നമ്മളെ കൊല്ലാൻ വേണ്ടിയാണ് കേട്ടാ. ഇത് ബഡ്ജറ്റ് പോലും എത്തൂലല്ലോ. ഓട്ടോ പോകുന്നുണ്ടെ നമുക്കും പോവാം. വിശ്വാസമുണ്ട്. സൈഡിൽ നിന്ന് വന്നോ വെറുപ്പിച്ചു. അവൻ ഫുൾ ബാഡായി കളഞ്ഞു. എനിക്ക് ഞാൻ കയറ്റി പോകായിരുന്നു. അവൻ പറഞ്ഞു അത് വണ്ടി വളയുന്നേ കൊറേ വണ്ടി പോകുന്നുണ്ട്. അവൻ ഫുൾ ബാഡാക്കി. എൻവലപ്പ് കിട്ടി. റിസോർട്ട് കിട്ടുമല്ലോ അറിയത്തില്ല. എൻവലപ്പ് കിട്ടിയിട്ടുണ്ട്. എൻവലപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആണോ? അപ്പൊ നീ തുറക്കും. അയ്യോ നിനക്ക് ഭാഗ്യമായിട്ടല്ലേ നോക്കാല്ലേ. എന്താണ് നെക്സ്റ്റ് 1 hour ബസ് ടു കോവിലൂർ. ഇനിയും ബസ്സാ? ലക്ഷറി തന്നെ കിട്ടും. നമുക്ക് ലക്ഷറി തന്നെ കിട്ടും. പോവാം. 1 മണിക്കൂർ ബസ്സിലൊക്കെ ഇരുന്ന് പോകണ്ടേ? അത് കുഴപ്പമില്ല. ഇത്ര നേരം ഇരുന്നില്ലേ ബസ്സിൽ? അതെ. നടുവൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇതെന്ത് റോഡാണിത്? Come on. Come on, let's go. Yes. വണ്ടി കേറുവോ കേറില്ല എന്നുള്ള ഡൗട്ടിലായിരുന്നു കേട്ടോ ഞാൻ. എനിക്ക് അത് വെള്ളം ഉണ്ടായിരുന്നു. സ്ലിപ്പ് കറങ്ങണ ടയർ കറങ്ങണ ഒച്ച കേക്കണേ. ചേട്ടാ കോവിലൂർ പോകാനുള്ള ബസ് എങ്ങനെ? കോവിലൂർ ബസ് ഇവിടുന്ന് പോണം. കടയിൽ എന്താണ് പറഞ്ഞത്? പുള്ളി പറഞ്ഞത് ഇവിടുന്ന് ബസ് കിട്ടുമെന്നാ പറഞ്ഞത്. അതല്ലെങ്കിൽ ജീപ്പ് ഉണ്ടെന്ന്. ടാസ്കിൽ എഴുതിയേക്കുന്നത് നമ്മൾ ബസ്സിൽ പോകണമെന്നല്ലേ? ആ ബസ് പിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ചേട്ടാ ബസ് സ്റ്റാൻഡ് എവിടെ ചേട്ടാ? പ്രൈവറ്റ് ബസ് കോവിലൂർ പോകാനായിട്ട്. കോവിൽ ഓട്ടോക്കാർ ചോദിക്കാനാ. ഇത്ര അഡ്രിനൽ റഷ് ഒക്കെ ആയിട്ട് കത്തിച്ച് ടയറൊക്കെ ഈ റബ്ബർ സ്മെല്ലൊക്കെ വന്നിട്ട് നമ്മൾ ഇവിടം വരെ എത്തിച്ചിട്ട് നോക്കിയപ്പം റോഡ് ക്ലോസ്. ഇനി തിരിച്ചാ ഇറങ്ങി പോകണം. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇവന്മാരേതോ മലയുടെ പക്കത്ത് ഏതോ ഒരു കൂടിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നല്ല റോഡ് കേട്ടത്. ഇതായിരുന്നു റോഡ്. നമ്മൾ ഏതോ ഒരു മലയുടെ പക്കത്ത് കയറി ഇറങ്ങി. ഇതായിരുന്നു റോഡ്. ആ ഗൂഗിള് കണ്ടിക്കണ്ട റോഡ് കാണിച്ച് നമ്മളെ കൊലക്കി കൊടുത്തരും. 1:30 12:30 നമുക്ക് ഫുഡ് കഴിക്കാം. ആദ്യം പോയി ഫുഡ് കഴിക്കാം. നമ്മളിനി 1 മിനിറ്റ് കൂടി ഉള്ളു കേട്ടോ. 1/2 കിലോമീറ്ററും കൂടി. 4 മണിക്കൂർ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ 7-7.5 മണിക്കൂർ ഓടിക്കഴിഞ്ഞ്. ഇത് ബഡ്ജറ്റ് ആണല്ലോ. ഇതാണ് അവന്മാരെ കൊണ്ടുവരുന്നത്. ഇതെല്ലാം തോന്നുന്നുണ്ട്. ഇതാണ് അല്ലേ? നമുക്ക് 3 പറയടാ. റിസ്ക് എടുക്കണ്ട. 3 പറയാം. ഇതുവരെ നമ്മള് ലക്ഷറി എത്തിയിട്ട് പോലും ഇല്ല. അപ്പൊ അവിടെ ചെന്നാൽ നമുക്ക് നല്ലൊരു ബൊഫെ പിടിക്കാം. ഇപ്പൊ ഒരു ഊണയിൽ അങ്ങ് ഒതുക്കാം. തൽക്കാലം നമുക്ക് ഒരു ഊണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആ സ്ഥലം അല്ല കേട്ടോ. അത് ഏതോ പാർക്കിംഗ് ഏരിയ ആണെന്നൊക്കെ പറയുന്നത്. ഇതല്ല. അപ്പം എനിക്കൊന്ന് ലൊക്കേഷൻ കുറച്ചുകൂടി മുമ്പിലോട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് ഒന്നും കാണുന്നില്ല ഇവിടെ. പക്ഷെ ഞാൻ സത്യം പറയുവാണെങ്കിൽ എടാ ഇതായിരുന്നു കേട്ടാ. ഇത് ലക്ഷറി. അർജുൻ എം പി ഉണ്ടാ? ഉണ്ടല്ലേ? ഉണ്ടല്ലേ? വഴി പറയുമ്പോ വിചാരിച്ച ഈ നമ്മള് ഇനി തകർക്കാൻ പോവാ കേട്ടോ. സമാധാനത്തോടെ ഇരിക്കാം. ടെൻഷനായിട്ട് ഓക്കെ. ആ അറ്റത്ത്
ആ ഞാൻ ഒരു നല്ല കയറ്റം കഴിഞ്ഞിട്ട് വരും ഇപ്പൊ. നമ്മള് 5 സ്റ്റാറിലെത്തിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ലക്ഷറി. അങ്ങനെ ഇത്രയും പ്രയത്നത്തിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുകയാണ് 5 സ്റ്റാർ. We deserve it. We deserve it. We deserve it. നമുക്ക് വേണ്ടിയാണോ അത്? ദൈവമേ. This is my first time. നിനക്ക് വേണ്ടി കാർ ഇതൊക്കെ എനിക്ക് വേണ്ടിയാണ്. എന്താ റെഡ് കാർപ്പറ്റ്? നമസ്കാരം. എന്താടാ പുല്ലൊക്കെ താഴ്ത്തി ബാഗാ മോനെ? എനിക്ക് വയ്യ. ഇവിടെ എല്ലാ ക്രെഡിറ്റ് കാർഡ് വെച്ച് വലിച്ചല്ല ഞാൻ എല്ലാം മേടിക്കാൻ പോവുകയാണ്. ക്യാമറ തന്നെ ഉണ്ട്. അവന്റെ പൊക്കത്തിൽ ഇട്ടോ, നീ പൊക്കത്തിൽ ഇട്ടോ. ക്യാമറ ഇട്ടോ, അവന്റെ നല്ല ഇട്ടോ. ബാഗ് മടി വെക്കുന്നു, താഴെ വെക്കടാ. എന്റെ ഫേവറേറ്റ് ബാഗ് അതുകൊണ്ട് കാലാണ് പൊക്കത്ത് വെച്ച്. ഞാൻ റിസോർട്ടിൽ പോയിട്ടില്ല, പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതെ എന്റെ പിന്നെ എന്താ ഫേസിനാ? താങ്ക് യു. ഫേസിന് മുഖത്തിന് വേണ്ടി മുഖം ക്ഷീണിച്ച് കാണുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ മുല്ലപ്പൂവിന്റെയും ഇതൊക്കെ വലിയ നല്ല മണം, എന്തൊക്കെ നല്ല മണം. ഇത് നല്ല തണുപ്പായിട്ടാ. നല്ല തണുപ്പ്. നിങ്ങൾക്കറിയാം ഞാൻ ഡയറ്റിലാണെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട്. ഒരു 100 ദിവസം ഡയറ്റ്. ഞാൻ ഇന്നത്തേക്ക് ഒരു 2 ദിവസത്തേക്ക് ഡയറ്റ് വിട്ടേക്കിട്ടെ. വിടണം. ഞാൻ വിടണല്ലേ? വിടാ. ഇവര് ഇത്രയും നല്ല ട്രീറ്റ്മെന്റ് തന്നെയാണ് നമുക്ക്. അപ്പൊ നമ്മൾ വിടലായിരിക്കും നല്ലത്. നമ്മള് ഫുള്ള് ബസ്സിലായിരിക്കും. അറിയാൻ പറ്റത്തില്ല. ബസ് എപ്പോൾ വരുമെന്ന് പോലും വിടത്തില്ല. ഒരു 3 മണിക്ക് എന്തായാലും ബസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് മുമ്പ് എപ്പോൾ ബസ് വന്നാലും നമുക്ക് ഭാഗ്യമാണ്. പിന്നെ ജീപ്പ് വരുമെന്ന് പറഞ്ഞു. ജീപ്പിൽ പോകാൻ പറ്റും? അറിയാൻ പാടില്ല. വേറെ ബസ് കിട്ടിയില്ല, ജീപ്പിൽ പോയി. ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയില്ലേ. ആർക്കറിയാം. കുറച്ച് ആൾക്കാർ വേണമെന്ന് തോന്നല്ലേ? ഇവിടുന്ന് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും കാണാം, നമുക്ക് നോക്കാം. എന്തായാലും എങ്ങനെയെങ്കിലും ഒന്ന് റിസോർട്ടിൽ ചെന്നാൽ മതി. എന്തൊക്കെയാണത്? അപ്പം പാർട്ട് ഓഫ് വെൽക്കമിങ്ങിന് വേണ്ടി കേക്ക് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നീ എന്നെ കട്ടി? എന്താ ഇത്ര ബലം പിടിക്കുന്നതിന് വേണ്ടി? ഓക്കെ, ഇത്ര ബലം പിടിക്കണ്ട, മുറിഞ്ഞോളും. ഒഫീഷ്യലി എന്നെ ഡയറ്റ് പൊട്ടിയിരിക്കുകയാണ്. 100 ദിവസമായിട്ട് ഞാൻ കഴിക്കാത്ത. നമുക്ക് വിഷ് ചെയ്യാനും ഇത് ചെയ്യാനും 5-6 പേരുണ്ട് ഇവിടെ കേട്ടോ. എല്ലാവരും കേക്ക് മുറിക്കാൻ തന്നെ 3 പേരായിട്ട് കേക്ക് മുറിക്കുന്നത്. കേക്ക് മുറിക്കുന്നത് 3 പേര് കേട്ടോ. അവിടുന്ന് കൊക്കും എല്ലാരും വന്നു. എന്തായാലും പൊട്ടി. ഈ 2 ദിവസത്തേക്ക് ഞാൻ ഫുള്ളും കഴിക്കുക. ഞാൻ മറ്റവനെ താങ്ക്സ് പറയുന്നു വരാതിരിക്കണേ. അവൻ വരാതിരുന്നുകൊണ്ട് അവനാണ് സെലക്ട് ചെയ്തത്. അവൻ ആരെങ്കിലും സെലക്ട് ചെയ്തത്. അതാ അവന് ബാക്കിയില്ല. ഓ, നീ അല്ലല്ലോ ഇവിടെ ഇരിക്കേണ്ടത്. അതാണ് വേറൊരുത്തർ ഇവിടെ ഇരിക്കേണ്ടത്. അത് ശരിയാ. ഇവന് വരെ വേറൊരുത്തരാ വരേണ്ടത്. ഞാൻ പോലും അല്ല ഇവിടെ ഇരിക്കേണ്ടത്. അവന്റെ അടുത്ത് ഞാൻ നന്ദി പറയുന്നു. അർജുൻ ബ്രോന്റെ അടുത്ത് എങ്ങനെ നന്ദി പറയണം? ഔട്ട് ഓഫ് വേർഡ്സ്. നീ ബാഗ് ഇറക്കുന്നില്ല. നീ ആവശ്യമില്ല ഇത്ര എഫേർട്ട് ഇടുന്നല്ലോ. ഈ കോവിലൂറേ ബസ് ഉണ്ടോ ഇപ്പം ഇവിടുന്ന്? 3 മണിക്ക് ഉള്ള. ഓക്കെ, ആണല്ലേ. അവിടെ എങ്ങനെ നല്ല ലക്ഷറി ആയിട്ടുള്ള റിസോർട്ടൊക്കെ ഉണ്ടോ? അതെങ്ങനെ ഏരിയ കോവിലൂർ മൊത്തം? கோவிலூர் ஏரியா வந்துட்டு ஒரு ஃபாரஸ்ட் மாதிரி எல்லாம் அவரோட சொந்த இடத்துல யூக்காலி கൃഷിയാ. கொஞ்சம் பச்சைக்கறி இதெல்லாம் இருக்கு. ஏதோ அத்தியாவசியம் ஒரு செலவு அவரோட கஞ்சி குடிக்கிறதுக்கு இந்த செலவு இருக்கு. നല്ല സ്ഥലമാണ്, കാണാനൊക്കെ നല്ല സ്ഥലമാണ്. ഇതൊരു ഫുൾ വീട് എനിക്കാണടാ. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഗോണ ബി ഗുഡ്. ഗ്രേറ്റ്. നിനക്ക് തോന്നും. നിനക്ക് ഇപ്പൊ എന്തായാലും ഉറപ്പായിട്ട് തോന്നുന്നു. പിന്നല്ലേ ഇത്ര കേട്ടോന്നില്ല. ഞാൻ ഉറപ്പിച്ചു. ഫൈനലി എനിക്ക് വയ്യ. ആ കൊച്ചു പോയി. ആ കൊച്ചു ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. എല്ലാ നുക്കും ക്രാനും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നിങ്ങൾക്ക് കാണാൻ മേലെങ്കിൽ ഈ ആലിഷാൻ ലിവിംഗ് സ്പേസ്. ഇവിടെ 3 കസേര 4 കസേര, അവിടെ സോഫ എല്ലാം. എനിക്ക് വയ്യ, എന്താണ് പറയേണ്ടത്? ഇവിടെ ഒരു ടി വി. അവിടെ ഒരു ടി വി. അവിടെ ടി വി ഉണ്ടോ? ഈ ലിവിംഗ് സ്പേസ് പോരെങ്കിൽ ലുക്ക് അറ്റ് ദിസ് ഇൻസെയിൻ വ്യൂ. ഫുൾ തേയിലത്തോട്ടം നിറഞ്ഞു നിൽക്കുന്ന കുറെ വലിയ വലിയ മലകൾ. നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഇവിടെ ചായ കുടിക്കാം. ഇവിടെ ഇരിക്കുക, എൻജോയ് ചെയ്യുക. അതെ, അവിടെയോ ആ മല ഏതാണ് എനിക്കറിയില്ല.
ബട്ട് ഹൂ കെയർസ്? ഇവിടെ ഇരുന്ന് ചായ കുടിക്കാം, വേണമെങ്കിൽ ഇവിടെ വന്ന് അവിടെ ഇരുന്ന് ചായ കുടിക്കാവോ? ഇവിടെ കിടന്നൊക്കെ ചായ കുടിക്കാൻ പോവാ. ഇവിടെ കിടക്കാം. ആളാ ഇങ്ങനെ പുതിയ ശീലങ്ങളൊക്കെ ശീലമാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ സുഖം. ഓ മൂടല്ല മറ്റെന്ത് പറഞ്ഞ വെള്ള സ്ഥാനത്തിന് കോട നിറഞ്ഞ മലകൾ. ആഹാ ആഹാ. പക്ഷെ ഇതൊന്നും അല്ല ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. യെസ്, ഇതൊന്നും അല്ല ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഞാൻ കാണിക്കട്ടെ. ഇരിക്കുക. ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത് ജൂഡോടെ മറ്റേ വല്ല ജൂഡോയും ജിമ്മും വല്ലതും ചെയ്യുന്ന ഏരിയ ആണെന്ന്. പക്ഷെ അതല്ല. ഇത്ര നീന്തി കുളിക്കാൻ പറ്റിയ ജക്കൂസിയാണ് ഇവിടുന്ന് അവിടം വരെ. പ്രൈവറ്റ് ലൂക്ക് വാം വാട്ടർ. തണുത്ത വെള്ളമൊന്നും അല്ല, പച്ചവെള്ളത്തിയല്ല. നമ്മള് ലൂക്ക് വാം, നമ്മൾ മറ്റേ കൊമ്പള വരത്തില്ലേ, ആ സംഭവം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജക്കൂസിൽ കുളിയൊക്കെ കുളിച്ച് നമ്മളിപ്പോ തന്നെ ജക്കൂസി കയറും. പക്ഷെ അതിന് മുമ്പേ ഈ ജക്കൂസി ഇത്ര മരം എന്താ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടാ. സാറിന് ചെറിയ സാധനമല്ലേ, കുറച്ച് ഏറെ ആയിപ്പോയി. ഇല്ലല്ലേ നമുക്ക് റൂം കാണിച്ചു തരാം. ഇത് കുറെ കാണിക്കുണ്ടല്ലോ ഇവിടെ. ബോയ്സ്, ഇതാണ് നമ്മുടെ വീണല്ലോ. കള്ളടി കുടിച്ചോടെ. കൊള്ളാം, നല്ല നല്ല കുലിങ്ങരുത്. അത്ര കുലുക്കം വേണ്ട. നിങ്ങൾക്ക് റൂം കാണിക്കാൻ വളരെയധികം ഉണ്ട്. നമുക്ക് ഇവിടെയും ടി വി ഉണ്ടോ? ഇവിടെയും ടി വി ഉണ്ട്, അവിടെയും ടി വി ഉണ്ടോ? അവിടെയും ഉണ്ട്. അപ്പൊ നിനക്ക് ഇവിടെ നിന്ന് കാണാം, എനിക്ക് അവിടെ നിന്ന് കാണാം. ആർക്ക് എവിടെയെങ്കിലും കാണാം. ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ബാത്റൂം സെറ്റപ്പ് ആണ്. ടി വി പോകുമ്പോ എന്റർടൈൻമെന്റ് ആയി. എനിക്ക് പറയാൻ വാക്കുകൾ കുറവാണെന്ന് സത്യം പറഞ്ഞാലാണ്. എ ബിഗ് മിറർ. ഐ ക്യാൻ സ്മെൽ ലക്ഷറി. എന്റെ അനിയൻ എന്തിനെങ്കിലും പൈസ നല്ലതായിട്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനാണ്. എന്റെ കാർഡിൽ നല്ലൊരു വലിവ് വലിച്ചിട്ടുണ്ടെങ്കിലും ഒരു മിനി ബാർ ഉണ്ട് ഇവിടെ. മിനി ബാറും ഉണ്ടോ? നീ ഇതൊക്കെ ഇപ്പൊ കണ്ടുപിടിച്ചു? അത് ഞാൻ കണ്ടുപിടിച്ചു. കൂടുതലൊന്നും വിചാരിക്കണ്ട, പെപ്സി 7 ഒക്കെ ഉള്ളൂ. മിനി ബാർ ഇതേ ഉള്ളൂ. റെഡ് ബുള്ളും ഉണ്ട്, ഒരു ഹിമാലയൻ വാട്ടർ ഉണ്ട്. ഇനി എൻജോയ്മെന്റ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഫസ്റ്റ് ജക്കൂസി നമുക്ക് ചാടണം. അതിന് ചേച്ചിയെ വിളിച്ച് പറയണം. ഇത് ഇവരുടെ ഏറ്റവും വലിയ റൂം ആയിരിക്കും. ആണോ? ആയിരിക്കണം. ലക്ഷറി അല്ലേ? അപ്പൊ അതെ, 50,000 അല്ലേ? എവറി സിംഗിൾ പെനി വർത്ത് ഇറ്റ്. അറിയാ, പരിചയമുള്ള ആളുണ്ടോ? ആണല്ലേ? ആ, ഇവിടുന്ന് ഡയറക്റ്റ് കോവിലൂർ ചെല്ലുക. കോവിലൂർ ചേട്ടനും കോവിലൂരിലോട്ടാണോ? ആണല്ലേ? ആ, കോവിലൂർ ആകുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് വരുവാൻ നോക്കത്. ഇപ്പൊ ആ പുള്ളി പറയുന്നത് പുള്ളി ഒരു ജീപ്പ് പിടിക്കാന്ന് പറയുന്നത്. അത് വന്നു കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ പറയാം, ആള് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീപ്പിൽ പോവാം. ഇതിപ്പോ 3 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് എങ്ങനെ അറിയത്തില്ല. 2 മണിക്കൂർ എടുക്കുമെന്നാ പറയുന്നത് അവിടം വരെ ചെല്ലാനായിട്ട്. ഏന്നൊക്കെ നോക്ക്. ഏന്നൊക്കെ ABC ഇല്ലേ അതിനകത്ത്? ഏന്നൊക്കെ എന്തെങ്കിലും ആവുന്നുണ്ടാ? ആ, ബി നിക്ക്. എന്ത് പറ്റി? എനിക്കൊന്ന് കൂടി വരുമെന്ന് തോന്നുന്നു. എന്തോ അനക്കം വരുന്നല്ലേ? രണ്ടാമത്തെ ഓൺ ചെയ്തി. വെള്ളത്തിൽ ചൂടുണ്ടായില്ല നമുക്ക് നോക്കാം കേട്ടാ. ചൂടുവെള്ളം ഇത് ചൂടുവെള്ളം കേട്ടാ. കുറച്ചേറെ ചൂടുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ കുറച്ചേറെ ചൂടുണ്ടോ? ചൂട് കുറക്കാൻ പറ്റും. ചൂട് ചെറുതായിട്ടുള്ള കുറച്ചാലല്ലേ ആഴോട്ടല്ലേ ഇത്ര ഉണ്ട്. We are living the luxury. മൈക്ക് വീഴരുതെന്ന് പ്രവചിച്ചപ്പോ മൈക്കുമായിട്ട് സാധനം പൊക്കിപ്പോയി. ഇവിടെ ഡീപ്പ് ആയതുകൊണ്ട് മുഖം പൊക്കി പോവും. അതാണ് ഇവ ഇത്ര പോവും. ഇവനല്ല ഇതല്ലല്ലോ ജക്കൂസിക്കകത്ത്. ഇവിടെ എന്ത് ഫീലാണെന്ന് നോക്കട്ടെ. എൻവലപ്പിന്റെ ടൈം ആയ എന്ത് എഴുതിയിരിക്കുന്നെന്ന് പറ. ബോഡി മസാജ് എന്ന് വെച്ചാൽ ഹെവി ലെവൽ. ഓ എന്റെ ഏതോ നല്ല സ്ട്രോങ് ആണ്. തമാശ പറയല്ല, കൂടുതലെടുത്ത് വേറെ എടുക്കുന്നത്. ഹലോ, ആ പറ എവിടെയാ നിങ്ങള്? ഞങ്ങളെ ലെക്ചറിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടെയാ? നിങ്ങൾ ലെക്ചറിൽ എത്തിയാ? ഞങ്ങൾ ഇവിടെ വഴി തെറ്റി പൊക്കോണ്ടിരിക്കുക. എനിക്ക് കണ്ടിട്ട്
ബഡ്ജറ്റ് കുറച്ച് ഡൗട്ട് അടിക്കുന്നുണ്ട്. റൂമിലോട്ട് പോയി കണ്ടിരിക്കണോ നിങ്ങള്? ആ റൂമിലോട്ട് ഇവിടെ റൂമൊന്നും ഇല്ല, മലയുടെ പൊക്കത്തെ കണ്ട വഴിയൊക്കെ തെറ്റി. ആണാ? ആ ഞങ്ങളാണെങ്കിൽ ഇവിടെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന പറഞ്ഞാൽ ഇവിടെ റേഞ്ച് കുറവാ, നല്ലപോലെ ക്ലിയർ ആയിട്ട് കേൾക്കുന്ന പോലും ഇല്ല, ഇവിടെ അങ്ങ് ഒരാൾക്കാർ പോലും ഇല്ല. അത്രയ്ക്ക് ലക്ഷറിയാണ്. നിങ്ങൾ എത്തിയാ? ഞങ്ങൾ എത്തിയൊന്നും ഇല്ല ഇതുവരെ. ഓക്കെ, അപ്പൊ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഡിസൈഡ് ചെയ്ത ലക്ഷറി ആണത്. ഇത് മൂന്നാറിലെ ഏറ്റവും ബെസ്റ്റ് ലക്ഷറി ബസ് സ്റ്റോപ്പിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്? ഇത് ലക്ഷറി ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. ബസ് കയറി അവിടെ ചെന്ന് ഞങ്ങളൊരു കിടിലൻ ലക്ഷറി വില്ലയുടെ അകത്തോട്ട് ബസ് ഓടിച്ച് കയറ്റുന്നു, അവിടെ ഒരു ലക്ഷറി സ്പായിലോട്ട് കിടക്കുന്നു, അവിടെ പിന്നെ മസാജോട് മസാജ്. ഞങ്ങള് വഴിതെറ്റി കിടക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ ലക്ഷറി എന്ന്. ഇപ്പൊ എത്രയൊക്കെ തമാശ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നിങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന്. എനിക്ക് ലക്ഷറി ആണെന്ന് എനിക്ക് ഉറപ്പാണല്ലോ. ഇപ്പൊ എന്തായാലും ഇവിടുന്ന് ബസ് വരാൻ സാധ്യത കുറവാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു ജീപ്പ് പിടിക്കാൻ പോകും, ഒരു ഷെയർ ജീപ്പ് പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് ജീപ്പ് പിടിച്ചിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ വല്ല ജീപ്പ് പിടിച്ചു പോകും. ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ജീപ്പ് പിടിച്ചു പോകും. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഒരു ജീപ്പ് പിടിച്ച് പോകാനുള്ള പ്ലാനാ. അങ്ങനെ പോ. എത്തിയിട്ട് പറ. ഞങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല. ഞങ്ങൾ എത്തുമ്പോ പറയാം. ഞങ്ങൾ എത്തിയിട്ടില്ല, ഇപ്പോഴും മല ഇറങ്ങിക്കൊണ്ടിരിക്കുക. ശരി. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി നോക്കട്ടെ. ശരി. അടുത്ത ജീപ്പ് എല്ലാം കിട്ടാൻ നോക്കട്ടെ. ശരി. ഓക്കെ. അവന്മാരെത്തിയിട്ടില്ലല്ലേ? അവരെത്തിയിട്ടില്ല. അവരെനിക്ക് തോന്നുന്നു വണ്ടി എന്നാണ്ട് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. വണ്ടി കിട്ടാത്തതുകൊണ്ട് എന്തായാലും ജീപ്പിൽ കയറി പോകാൻ പറഞ്ഞു. പക്ഷെ ജീപ്പിൽ കയറി പോയാലും JMBയുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ എന്റെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയാ. പാങ്ങ എവിടെയെങ്കിലൊക്കെ എത്തട്ടെ ജീപ്പ് കയറി പോയി. അല്ലെങ്കിൽ എന്നെ ചൂസ് ചെയ്ത് കിട്ടുമല്ലോ മറ്റൊരല്ല. ഇവരാളൊക്കെ ഇവിടെ വരേണ്ടവരല്ല. എത്ര പേരായാലേ പോകത്തുള്ളൂ? 10, 11, 12 പേരാണോ? ആളുണ്ട്. ചേട്ടാ ആദ്യം കയറി. ഇപ്പൊ ഞങ്ങള് പൈസ തന്നാ കൊണ്ടുപോവാ. 10 പേരാകാതെ പൈസ തന്നാ കൊണ്ടുപോവാ. എത്ര രൂപയാകും? കോവിലൂർ എത്ര പേരുണ്ട്? ഞങ്ങൾ 3 പേരുണ്ട്. ഇവർ 2 പേരും കൂടെ ഉണ്ട്. 10 പേരാവുന്നേ. ടിക്കറ്റ് ട്രിപ്പ് വണ്ടിയല്ലേ? അല്ല, ഇവർ 2 പേരുണ്ട്. ഞങ്ങൾ പൈസ തരാം. ഞങ്ങൾക്ക് ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. എത്ര രൂപ മൊത്തം? 2000 രൂപ. 2000 രൂപ. 1500 കൊടുക്ക്. ആ 3 പേര് കയറട്ടാ. 1500 രൂപ. നിങ്ങൾ വേറൊരു കാര്യം നോട്ടീസ് ചെയ്ത് കാണും. ഞാൻ സ്പെക്സ് ഒക്കെ എടുത്ത് വെച്ച് ഇരിക്കട്ടെ. എന്തായാലും നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ലക്ഷറി ആണെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മളിനി കുറച്ച് ഏറെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, ഒട്ടും കുറയ്ക്കണ്ട. ഒരു ബിസ്ക്കറ്റിൻ്റെ പക്കത്ത് സാലഡ് കൊള്ളാം കേട്ടോ. ബിസ്ക്കറ്റിന് കുറച്ച് മധുരമുണ്ട്. നമ്മുടെ ഫുഡ് വന്നു. ഇത് ഫുഡ് ചാനൽ അല്ല കേട്ടോ, നമ്മൾ നോർമലായിട്ട് കഴിക്കും. നമ്മൾ രണ്ടുപേരുള്ളപ്പോൾ നിന്നില്ല. ഈ സ്പെക്സ് ഉണ്ട് പോയത് എനിക്ക്. ഈ ഒരു സ്പെഷ്യൽ ലൊക്കേഷന് വേണ്ടി ഞാൻ ഇത് ചെയ്ത് സെറ്റാണ്. ആണോ? ഇത് കൊറേ ഏറെ മുപ്പിട്ടില്ലടാ. ഞാൻ പറഞ്ഞോളൊക്കെ ഏകദേശം 120 ദിവസം കേട്ടാ ചോറ് കഴിക്കുന്നത്. ഓ പുല്ല്. എന്തായാലും എൻജോയ്. ഉപ്പിൻ്റെ ഒരു കുറവുണ്ടാകും. ഇപ്പം തെറ്റാ. നാളെ വരെ ഫുൾ ട്രിപ്പാണ്. നമ്മൾ ഫുൾ എൻജോയ് ചെയ്യാൻ പോകും. അങ്ങനെ ബസ് നോക്കി ബസ്സും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അവസാനത്തെ ഞങ്ങളൊരു ജീപ്പ് മേടിച്ചില്ല. ജീപ്പ് ഒരു പുള്ളിക്കാരൻ വന്ന് ചോദിച്ച് പുള്ളിയോട് സംസാരിച്ച് ഇവിടെ നാളെ വരെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. 1300 രൂപ കൊടുക്കണം. 1300 രൂപക്ക് പുള്ളിക്കാരൻ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകും. അതായത് ഷെയറിംഗ് ജീപ്പാണ്. അപ്പൊ ആവശ്യത്തിന് ആൾക്കാർ വന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ പൈസയും കൂടി ഞങ്ങൾ അടയ്ക്കണം. 10 പേരുണ്ടെങ്കിൽ എടുക്കുള്ളൂ എന്ന് പറയും. നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ചെന്നിട്ട് എന്താണ് കാര്യമെന്ന് അറിയത്തുമില്ല. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബാക്കി പൈസ തരാം, അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ 1.5 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞ, പിന്നെ നല്ല ട്രാഫിക്കാന്ന് പറഞ്ഞുകൊണ്ട് 2 മണിക്കൂർ എടുക്കും. എന്തായാലും നമുക്ക് നോക്കാം. ലക്ഷറി ബസ്സിലെ ട്രാവൽ നിർത്തിയിട്ട് ലക്ഷറി ജീപ്പിൽ കയറിയിരിക്കുകയാണ്. എവിടത്തെ ലക്ക് കൊണ്ടാണ് നീ വന്നിരിക്കുന്നത്? എനിക്കാ ലക്കില്ല. കൂടെ വന്നാലെങ്കിലും ഇച്ചിരി 50 ലക്ക് ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ചന്തി നേരെ നിലത്ത് വെച്ചിട്ടില്ലല്ലോടാ ഇത്ര നേരമായിട്ട്. എവിടെയെങ്കിലും എനിക്കൊന്ന് കിടക്കണം. അതെ, നടി നിവർത്താൻ ഒരു സ്ഥലം നമുക്ക് നോക്കാം. ഈ മറ്റേ തേയിലച്ചെടിയുടെ ലൈഫ് എത്രയാണെന്ന് അറിയോ? ഈ ചെടിയുടെ ഇല്ല, 100 വർഷം. 100 വർഷമാ ഒരു ചെടി 100 വർഷം ലാസ്റ്റ് ചെയ്യും. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിൽ ജീപ്പ് യാത്ര കൊള്ളാം കേട്ടാ. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ഇന്നലെ പണ. യെസ്, നമുക്ക് ഫുള്ള് എൻജോയ്മെന്റ് മാത്രമേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് ആർ റെഡി ഫോർ എ ലക്ഷറിയസ് സ്പാ ട്രീറ്റ്മെന്റ്. യു ഗൈസ് ഡോണ്ട് ഈവൻ ഹാവ് ടു ആസ്ക് now. We are ready. We are so ready for this. Double ready. അത് റെഡി ആവാൻ പറ്റത്തില്ല. എന്തായാലും അവിടെ സ്പാ എവിടെയാ? ആളെവിടെ? ബഗ്ഗിനെ വിളിക്കും. ബഗ്ഗി വരട്ടെ. നമ്മൾ നടക്കാറില്ല. നടക്കൂല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നടക്കാറില്ല. ലക്ഷറി. നമ്മളപ്പം ഒരു ആയുർവേദിക് വിച്ച് മസാജ് ഇസ് ദിസ്? അരോമ മസാജ്. നമ്മളൊരു അരാമയല്ല, ഒരു അരോമ മസാജ് കൂടി ചെയ്തതാണ്. ഫുൾ ട്രീറ്റ്മെന്റ് ആണ്. എന്ത് ചെയ്യാൻ? ഇവർ അവസാന നിമിഷം കയറി എന്റെ വേത്തോട്ട് തള്ളി. അവസാന നിമിഷം വേണ്ടെന്ന് എന്റെ വേത്തോട്ട് കിട്ടി കേട്ടോ. അപ്പൊ ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ.
ലക്ഷറി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വഴിയും കുളമായി വന്നോണ്ടിരിക്കാനല്ല. നോക്കിയടാ മൊത്തം പൊടിയും റോഡൊക്കെ കുണ്ടും കുഴിയും. ഇത് എങ്ങോട്ടിട്ട് നമ്മളെ കൊണ്ടുപോകണം ആർക്കറിയാം. വയ്യൽ സെറ്റാ. അങ്ങനെ കൂടല്ലൂർ അല്ല എന്തേത് കോവില്ലൂര്. ഓ ഏതോ ഊര് ആണോ? അവിടെ എന്തൊക്കെ പറ്റിയിരിക്കുന്നു. അങ്ങനെ കോവിലൂരെത്തി. ഇനിയിപ്പോ സ്ഥലമൊക്കെ നോക്കിയേ അല്ലേ, കൊള്ളാലേ? ആ സ്ഥലമൊക്കെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇവിടെ നല്ല തിരക്കാണല്ലേ. ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ട? അതെ, അടുത്ത എൻവലപ്പ് കിട്ടിയിട്ടുണ്ട്. പോവാനേ എന്തെങ്കിലും നല്ല സാധനം തരണേ. ഞാൻ ഇത്രയും ദൈവങ്ങളെ പോലും വിളിക്കാത്ത അറിയാവാ. കോൾ ദിസ് നമ്പർ. ഈ നമ്പറിൽ വിളിക്കാനാ പറഞ്ഞിരിക്കുന്ന. ഇതേ ഞങ്ങളിപ്പോ ഇവിടെ എത്തി. കൂടല്ലൂർ. കോവില്ലൂര്. ഇനി എന്തോ ഇവിടെ നിന്ന് എന്തോ ചെയ്യണ്ട. ഈ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞ്. ഓട്ടോക്കാരനെ ഫോൺ കൊടുത്താൽ മതിയാ? ശരി പറയുമല്ല. ഓക്കെ ശരി. ഇവിടെ ജിമ്മും ഉണ്ട് കേട്ടാ. എന്നുവെച്ചാൽ ഏകദേശം ആവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നീ എന്താ അതിനൊക്കെ ഡംബിൾ ബുക്കാൻ തുടങ്ങിയ? അത് കളി. ഇവിടെ ഏറ്റവും വലുത് 20 കിലോ ഉള്ളു. നീ കളിച്ച് കാണിക്ക്. ഞാൻ എന്തായാലും ഇപ്പം നമ്മുടെ സോനയെ കഴിഞ്ഞോളൂ. അതുകൊണ്ട് എനിക്ക് വെറുതെ ഞാൻ ഫ്രഷ് ആയിട്ട് സോണയല്ല, ഞാൻ സ്പാ കഴിഞ്ഞോളൂ. എന്തൊക്കെ പുതിയ ശീലമാണ്. സോണയെ സ്പാ പുതിയ ശീലം. അതൊക്കെ ഞാൻ ഇപ്പൊ റിജ്യൂവനേറ്റ് ആയിരിക്കുക. എനിക്കിപ്പോ പുതിയ ഒരു മനുഷ്യനായി ഞാൻ. ലക്ഷറി ട്രിപ്പ് എന്ന് പറയുന്ന സാധനം ഒരു അഡ്വഞ്ചറസ് ട്രിപ്പായിട്ട് മാറിയിരിക്കുകയാണ്. ഫുള്ള് വണ്ടിക്കകത്ത് തന്നെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. ഓട്ടോ ചേട്ടൻ കറക്കിയൊക്കെ എടുക്കുന്നത് കണ്ടാ? അവിടെ നിന്ന് കണ്ടോ മറ്റേ ടെന്റൊക്കെ അടിച്ചിരിക്കുന്നു അവിടെ ആൾക്കാർ. കാണാമോ? അവന്മാര് കാണുക ടെന്റിനകത്ത് എവിടെയെങ്കിലും. അതെ, അവരായിരിക്കും മറ്റേ ടെന്റൊക്കെ അടിച്ച് കിടക്കുന്നല്ലേ. അതാ അവന്മാരെത്തി കാണുക. ആർക്കറിയാല്ലേ? ഇല്ല, വിളിക്കുമ്പോ അവിടെ കണ്ടാ പോയിക്കൊണ്ടിരിക്കാന്ന് പറയാം. ഫസ്റ്റ് ഞാനാ. ഫസ്റ്റിലാണാ? നിന്റെ കൺട്രോൾ പോയെന്ന് പറഞ്ഞ വെയിറ്റ് ചെയ്യുന്നതാണ് ഞാൻ തന്നെ വണ്ടി ഓടി. എന്ത് ചെയ്യാനാ? ഞാൻ വളരെ പുറകിലാണ് ഞാൻ. പക്ഷെ പിക്കപ്പ് ചെയ്യുന്ന നോക്കിയോ. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നീ വെക്ക്. ഇത്ര മരം വെട്ടാൻ കൊണ്ടിറക്കിയിരിക്കുന്നതാണോ നമ്മളെ? നോക്കണം, മരം വെട്ടാൻ കൊണ്ടിറക്കിയിരിക്കുന്ന. അടുത്ത ഇതായിരിക്കും ഇനി ലോഡ് ചെയ്യാനൊക്കെ പറഞ്ഞ്. ഇന്നലെ പറഞ്ഞു അങ്ങനെയൊന്നും പറയാതെ എനിക്ക് എവിടെയെങ്കിലും കിടന്നാ മതി. ഒരു 360 കറക്കി നോക്കി. ഇത് എവിടെയാന്ന്? കൊക്കട മേലില്ല ബ്രോ. ഞങ്ങൾ ഇവിടെ എത്തി. ഒരു മരമൊക്കെ വെട്ടിയിട്ടിരിക്കുന്നതിന്റെ അവിടെ എത്തി. എക്സ്പൾസും പൾസറും ഇരിക്കുന്ന കണ്ട്. കണ്ട്. ഓക്കെ താഴത്തോട്ട് ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങാം. ലൈറ്റ് കണ്ട് വാ. നേരെ ഇറങ്ങി വന്നാ താഴത്തോട്ട്. ഇതാണോ നമ്മുടെ ലക്ഷറി? ഇതാണോ നമ്മുടെ സ്പാ? ഇത് അഡ്വഞ്ചർ ആണ്, ഇത് ലക്ഷറി അല്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്പാ അഡ്വഞ്ചർ. ഇത് എന്തൊരു സ്ഥലമാടാ? ലക്ഷറി എന്നുള്ളൊരു വാക്ക് നമ്മുടെ നിഘണ്ടുവിലില്ല. ക്ലൗഡ് ബെറി മെഡോസ്. ഇവിടെ മണിയൊക്കെ തൂക്കിയിട്ടുണ്ട്. നല്ല പോലെ മണിയടി കിട്ടിയില്ലേ? താഴത്തോട്ട് വാ. ഹായ് ബ്രോ. നവീൻ അല്ലേ? പേര് ഡാനി. Come on. Let's go. Black way. 3 പോയി കേട്ടോ. പക്ഷെ ബ്ലാക്ക് പോയി. ബ്ലാക്ക് പോകാൻ പാടില്ല. അത് നടുക്കായിരുന്നു വെക്കേണ്ടത്. തെറ്റുപോയി. ശരിയായില്ല. ഇത് എങ്ങനെ പറഞ്ഞാ? ഫിംഗർ വെച്ചാ മതി. ഇങ്ങനെയോ? ഓക്കെ. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, റിസോർട്ട്, സ്പാ, നടുവ് റെഡിയാക്കണം. സന്തോഷമായില്ലേ നിനക്ക്? ഞാൻ ഹാപ്പിയാണ്. നീ ഹാപ്പിയാണ്? അതെ. എന്താ നിന്റെ എത്ര ഹാപ്പി? ഹാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ല. അതെങ്കിലും സന്തോഷമല്ലേ നിനക്ക്? കൊള്ളാം. സന്തോഷമായില്ലേ എല്ലാവർക്കും? ഞങ്ങൾ ലക്ഷറി തന്നെ കറക്റ്റ് ആയിട്ട് എത്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു നേച്ചർ ലെവലായോണ്ട് കുഴപ്പമില്ലല്ലേ? ശരി. നമുക്ക് ഇനി അമ്മയിൽ എവിടെയാണ് നമ്മൾ കിടക്കാനുള്ള സ്ഥലം എന്നൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഓഫ്ലൈൻ ഈസ് ദ ന്യൂ പീസ് ഓഫ് മൈൻഡ്. നല്ല അടിപൊളി കോട്ടാണ് എഴുതി വെച്ചിരിക്കുക. നമുക്ക് ഇപ്പം മേലോട്ട് കയറിയിട്ട് വരാം. നല്ല ലക്ഷറി സെറ്റപ്പ് പ്രതീക്ഷ വന്നിട്ട് താങ്കൾ ഇങ്ങോട്ട് കയറി വരൂ. കാണൂ, കണ്ടാ? ഇതാണ് നമ്മുടെ ബീച്ച് റിസോർട്ടിലെ അപ്പാർട്ട്മെൻറ്റ്. നിങ്ങളിങ്ങോട്ട് നോക്കൂ. ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്താണോ നമ്മൾ കിടക്കാൻ പോണത്? ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ട്. സന്തോഷമായില്ലേ നിനക്ക്? ഞാൻ ഹാപ്പിയാണ്. എന്തൊരു ചാട്ടമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നീ ഹാപ്പിയാണോ? നീ എന്തിനാ ഹാപ്പി? ഞാൻ പറഞ്ഞില്ല, ഞാൻ നേച്ചർ ലവറാണ്. നീ നേച്ചർ ലവറാണ്.
നല്ല വ്യൂ ഒക്കെയാണ്, അടിപൊളിയൊക്കെയാണ് സമ്മതിച്ച്. പക്ഷെ ഞാൻ ആ ബീച്ച് റിസോർട്ടിനകത്ത് പൂളിനകത്ത് ചാടുന്നു, അവിടെ ചെന്നിട്ട് മറ്റേ വട്ടത്തിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരത്തില്ലേ, വരുന്നു. അതൊക്കെ നമ്മുടെ ഈ ഒരു എന്താ പറയാ, അതൊക്കെ ഒരു ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചു വന്നറിയാം, ഇങ്ങനെ ഇണചേർന്ന് പ്രകൃതിയായിട്ട് ഇണചേരാം. ഞാൻ ഇതൊക്കെ വിശ്വസിച്ച് വരാണ്ട് കുറച്ച് സമയം എടുക്കട്ടെ. ഞാൻ എന്തൊക്കെ പ്രതീക്ഷയോട് വന്നതെന്നറിയാം. അവിടെ ചെല്ലുന്നു, സ്പാ അങ്ങോട്ട് കമന്ന് കിടക്കുന്നു, അതിനകത്ത് 2 മസാജ്. നീ ഒന്നും പ്രതീക്ഷിച്ചെന്ന് പറയരുത്. ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. നിന്റെ മുഖത്തത് കാണുന്നില്ല, അവന്റെ മോന്തം കൊണ്ട് സൂം ചെയ്തേ. ഇപ്പൊ കരയൊന്നും പറഞ്ഞിരിക്കേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് സമയം എടുക്കും. ഞാൻ ഒന്ന് എന്റെ മനസ്സിനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. പോളീസ് വെൽ നമുക്ക് എല്ലാം കിട്ടിയില്ലേ, ജീപ്പ്, ഓട്ടോ, അത് ശരി കേട്ടോ, നമുക്ക് എല്ലാം കിട്ടി. ജീപ്പ് കിട്ടി, ഓട്ടോ കിട്ടി, ബസ് കിട്ടി, നടുവേന കിട്ടിയില്ലേ? നടുവേന കിട്ടി. നീ മസാജ് ചെയ്യുവാ? മസാജ് നിന്റെ മസാജ് എനിക്ക് വേണ്ട. ഒന്ന് വീഴ്ത്ത്. ഓ ബൈ. അയ്യോ, ആദ്യത്തെ തൊട്ടല്ലേ ഞാൻ കളിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലേ നമ്മള് PS5 കളിക്കുമ്പോ ഞാൻ കാണിച്ചു തരാം. ഓ ബൈ. കഴിച്ച്. സ്ഥലം കൊള്ളാം, എനിക്കിപ്പോ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ലക്ഷറി, ഇതാണ് ലക്ഷറി എന്നൊരു തോന്നൽ ഇപ്പൊ എനിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്താണത്? അടുത്ത എൻവലപ്പ്. സന്തോഷമായില്ലേ? ഒന്ന് ഹാപ്പി ആയി വന്നതായിരുന്നു. അടുത്ത എൻവലപ്പ് ഇനി എങ്ങോട്ടാണ് ആർക്കറിയാം. I hope you guys are comfortable. നല്ല കംഫർട്ടബിൾ ആണ്. അതെ. If you guys are comfortable, there is a common bath. കോമൺ ബാത്റൂമേ ഉള്ളു അല്ലേ? ടെന്റിൽ അറ്റാച്ച്ഡ് ബാത്റൂം പറ്റത്തില്ലല്ലോ. ശരിയാ, ടെന്റിൽ കൊണ്ട് കിടത്തിയിട്ട് നിനക്ക് കോമൺ ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞു തരണം അല്ലേ? നല്ലതാടാ, നന്നായി. ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് കാനഡ ഏത് സൈഡിലോട്ട് വരും? ഈ ഒരു ഏരിയയിലോട്ട് വരുക, ഈ ഒരു ഏരിയയിലോട്ട് വരുക? ജോഗ്രഫിക്കലി നോക്കുവാണെങ്കിൽ നേരെ അങ്ങോട്ട് ഇതായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങോട്ട് വാ, ഒന്ന് എണീറ്റ് എന്നാ നീ ഇത് അങ്ങോട്ട് നോക്കിയേ. അങ്ങോട്ട് നോക്കി എന്റെ ജെഎംബിനെ മനസ്സിലാനിച്ചേ. മനസ്സിലാനിച്ച് എടാ നാറി, നീ എന്നെങ്കിലും ഈ കേരളത്തിൽ കാല് കുത്തും, അന്ന് നീ ഓർത്ത് വെച്ചോ. ഇതിനുള്ള പണി നിനക്ക് തന്നിരിക്കും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലക്ഷറി അല്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് കോമൺ ബാത്റൂം അല്ലേ? ഇതാണ് കോമൺ ബാത്റൂം. നീ അകത്ത് കയറി നോക്കിയാൽ വല്ല ഉണ്ടാന്ന് തുറന്ന് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ബാത്റൂം ഒക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു കുഴപ്പമില്ല. അപ്പുറത്തെ കാര്യം നോക്കിയേ, ഞാനത് കുരങ്ങാ കരടിയാ വല്ല ഉണ്ടാന്ന്. ഇവിടെ ഒരു സീനൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ബാത്റൂം എങ്ങനെയായാലും നമ്മൾ കംഫർട്ടബിൾ ആണ്, അത്രേ ഉള്ളൂ. ഈ വ്യൂ പോരാ നമുക്ക്, പിന്നെന്ത് വേണം? കുറച്ച് ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണല്ലേ? പിന്നല്ല, അടിപൊളി. നമ്മളിപ്പോ ഇനി സോനെ കയറാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു കുറേ ഉള്ളൂ, ഞാനൊന്ന് പുഴുങ്ങിയെടുക്കട്ടെ. ഇതിനകത്ത് വെള്ളമാണ് ഒഴിക്കുന്നതെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കണം, ഇത് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുകയും. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ? 10 മിനിറ്റ് ഒന്നും ഇരിക്കണ്ടല്ലോ. 10 മിനിറ്റ് ഇരിക്കണ്ട, നമുക്ക് കുറച്ച് നേരം ഇരിക്കടാ. നമ്മൾ ആ ശരീരത്തിലെ എല്ലാ ടോക്സിറ്റിയും അലിഞ്ഞു പോട്ടെ. ഇതിവനെ ഓൾറെഡി ഓൺ ആക്കിയിടേ. ഇത് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. ഓ ബൈ. സ്റ്റീം വരുന്നുണ്ടാ? മഞ്ഞുണ്ട് ചെറുതായിട്ട്. പുകഞ്ഞു തുടങ്ങി. ക്ലോസ്. അടച്ചു പുകഞ്ഞു തുടങ്ങി. ഒഴിച്ച് പുകച്ച് ചാടിക്കുവരായിരുന്നു. ഇങ്ങനെ അടുപ്പിച്ച് ഒഴിച്ചോണ്ടിരിക്കാനാണ്, പുകയൊന്നും വരുന്നില്ലല്ലേ? ഒഴിച്ചോണ്ടിരുന്നാ വരുന്നു. എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തായാലും പുകയുണ്ട്. എത്ര പെട്ടെന്ന് പോകാന്ന് നോക്കി തുടക്കം തോറും പിന്നെ ആവി ആയിക്കൊണ്ടിരിക്കുക. ഇത് ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായ കുടിക്കാൻ പോകാം. ഈ വ്യൂ നോക്കിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. അടിപൊളി വൈബ്. ഉയരം കൂടുന്നതോറും ചായയുടെ സ്വാദ് കൂടുന്നല്ലേ? നീ നിന്റെ മേളിൽ കയറിയിരിക്കാൻ പോണ അവന്റെ. എനിക്ക് ഇത്ര ഉയരം പോരാടാ, ഞാനൊക്കെ താഴെ ഇത്ര നാളെ ചായ കുടിച്ചോണ്ടിരുന്നത്. നീതല്ല പുക അടിച്ചു പോയല്ലേ? അത് വർക്കിംഗ് കേട്ടോ, ഫുൾ സ്റ്റീമായി. ഒരു 15 മിനിറ്റ് ഇരുന്നുള്ളൂ. വെള്ളം ഒഴിച്ചോണ്ടിരിക്കും തോറും ഇങ്ങനെ പുകച്ച് വന്നോണ്ടിരിക്കും. തുടക്കത്തിൽ ഞാൻ വിയർക്കുന്നില്ലായിരുന്നു, അത് ഇപ്പൊ വിയർക്കാൻ ബാക്കിയൊന്നും ഇല്ല. നമ്മളിതിപ്പോ എടുക്കാൻ ഇവിടെ ഇല്ലല്ലോ, അതല്ലേ വഴി? വഴി തെറ്റിപ്പോയി. ബാ, നീ അതല്ല അവിടെ പോയി, ഞാൻ ഇവിടെ വെക്കാല്ല. ഓക്കെ, കൊരങ്ങനൊന്നും എടുത്തോണ്ടും പോയിരുന്നു, അടച്ചിടണേ. ലൈറ്റ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. പയ്യെ സൺസെറ്റ് ആവുമല്ലേ? അപ്പൊ എനിക്ക് ഒന്ന് ഇരുട്ടി കഴിയുമ്പോൾ നല്ല സെറ്റപ്പ് ആയിരിക്കും. 뭐든지 준비돼서 나를 또 홀려봐. 너의 그 눈빛만 보면 나왜 자꾸만 심장이 이리도 날 뛰는지. 숨이 쉬면 네 가슴에 한번 탕탕탕탕.
അങ്ങനെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ താഴത്തോട്ട് പോകാം ഫുഡ് കഴിക്കാനായിട്ട്. അല്ല കിടിലം പ്രോപ്പർട്ടിയാണ് കേട്ടോ, എന്തായാലും പറയാതിരിക്കാൻ വയ്യ. അല്ലേ രാത്രി ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ പിന്നെ അല്ല. മിന്നി നിൽക്കും. വെറുതെ തീ. നമ്മൾ റൂം സർവീസിനെ ഇങ്ങോട്ട് തന്നെ വിളിക്കുന്നു. നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല. എവിടെ? ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പോകണം. എല്ലാം വന്നതിന്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യുന്നത് അറിയാം. നിങ്ങൾ ഏതാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. പിന്നെ അല്ല പിന്നെ വേറൊരു പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇപ്പോഴാണ് കണ്ടത്. നമുക്ക് എന്റെ ടി വിയിലൊക്കെ പേരൊക്കെ വരുന്നുണ്ട്, അത് വേറെ കാര്യം. സാറിന് ഇങ്ങനത്തെ പരിപാടിയൊക്കെ JMP വന്നാണ് പറയുന്നത് എന്റെ പേരെന്നൊക്കെ. പക്ഷെ എന്തോ എനിക്ക് പറയാൻ തോന്നി, അഡ്ജസ്റ്റ് ചെയ്തേക്ക്. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ നൈറ്റിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ. നീ അതേ തന്നെ കഴിക്കാൻ തുടങ്ങിയ ടെസ്റ്ററാണോ നീ? ഞാൻ ടെസ്റ്ററാണ്, എന്നിട്ടല്ലേ മാനേജർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് നോക്കട്ടെ, ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. അല്ല അവന്മാർ പേടിപ്പിച്ചേട്ടല്ല ഈ ചാടി ഇവിടെ ഒരു നെറ്റ് പരിപാടി ഉണ്ട്. ഞങ്ങൾ ഇനി നെറ്റിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. താഴത്തെ കൊക്കയാണ്, ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പുറത്ത് കാണുന്നത് കൊക്കയാണ്, ഇവിടെ നെറ്റാണ്. എൻ്റെ അടിയിലോട്ട് പോയാൽ പോയി. നിങ്ങൾക്ക് മാനേജർ ഇല്ലാതാവും ചിലപ്പോൾ. എല്ലാവരുടെയും സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട് ആദ്യം മാനേജർ. ആ അത് തന്നെ, ഞാൻ ഇറങ്ങും. കൊള്ളാടാ, നീ വാ കയറി വാ. അതെന്താ തെറിച്ചു പോയത്? എന്തോ പോയി, കുഴപ്പമില്ല. ഇങ്ങോട്ട് വാ, ക്യാമറമാൻ വാടാ, അത്തോട്ട് വാടാ. കുഴപ്പമില്ല, നീ അറ്റത്തിരുന്നാ മതി. വാ. സാധനം നെറ്റൊക്കെ അടിപൊളിയല്ലേ? സെറ്റപ്പ് അല്ലേ? സെറ്റപ്പ് ആണല്ലേ? ഇതിപ്പോ വന്നു ലക്ഷറി ഇച്ചിരി കൂടുന്നുണ്ടോ സംശയം. നമുക്ക് അങ്ങോട്ട് പോയാലേ? അത് വേണ്ട, അത് മാനേജർ നോക്കൂ. ആണല്ലേ, അത് കുറച്ചുകൂടി ലക്ഷറി ആയേ. ആ ഇപ്പൊ നെറ്റിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ വന്നിരിക്കുന്നത് ക്യാമ്പ് ഫയറിലാണ്. ഇതേ നമ്മുടെ ക്യാമ്പ് ഫയർ നോക്കിയേ. അമ്പോ ഉള്ള സെറ്റപ്പ് അല്ലേ? അത് തണുപ്പത്തിച്ച് ചൂടൊക്കെ ആയപ്പോ സെറ്റായില്ലേ? എല്ലാ സാധനം ഉണ്ടല്ലോ ഇവിടെ, ഇല്ലാത്ത ഒന്നുമില്ല. സത്യത്തിൽ ഇതാണ് കറക്റ്റ് നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റിനനുസരിച്ചുള്ള ഒരു സംഗതി എന്ന് പറയാം. അതാണ് നമ്മളൊരു മുറിക്കകത്ത് സത്യം, ഒരു മുറിയുടെ അകത്തിരിക്കുന്ന സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരോ. അമ്മാരൊന്ന് വിളിച്ചാലേ? വിളിക്കും, ഫോൺ എടുക്ക്, വിളിച്ചിട്ട് ചോദിക്കാം എങ്ങനെ ഉണ്ട് അവന്മാർ. നമ്മുടെ ലക്ഷറി ആണോ അവന്മാരുടെ ലക്ഷറി ആണോ ഏറ്റവും ബെറ്റർ എന്ന് നോക്കാം. തെണ്ടി, ഇവിടെ നീ എന്നെ പറ്റിച്ചല്ലടാ. ചേട്ടൻ അനിയോടെ കളിച്ച് എന്നെ പറഞ്ഞ് എങ്ങോട്ടാ വിട്ടത്? ചേട്ടൻ ഇതിനകത്ത് എനിക്ക് മനസ്സാവാച ഒരു അറിവുമില്ല. അവനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അവനെന്തായാലും എന്തെങ്കിലും അവൻ കേരളത്തിൽ കാല് കുത്തുമല്ല. കേരളത്തിൽ കാല് അവനെ കാല് ഞാൻ വിട്ടു. ഇപ്പൊ എന്ത് പറ്റി, എങ്ങനെ പോലെ? ഞാൻ ഭയങ്കരമായിട്ട് ലക്ഷറി പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരുന്നത് തുടക്കം മുതൽ തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയി. അതായത് നമ്മുടെ ചെറുക്കനുണ്ട് കൂടെ, ഡാനി. അവൻ മിണ്ടായിരിക്കുന്നേ ഉള്ളൂ, അവൻ എന്റെ കൂടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ആണ് ഇത്. എന്നെ സംബന്ധിച്ചുള്ള ഇതിപ്പോ എനിക്ക് ഭയങ്കര ലക്ഷറി ആയിട്ട് നമ്മുടെ ആ നാട്ടിലെ ഇടിയും ബഹളോ ഒച്ചയും ബഹളോ ഒന്നും ഇല്ലാതെ ഇവിടെയൊക്കെ വന്ന് ഇരിക്കണോടാ. നിങ്ങൾ അവിടെ വെറുതെ പൂളി കിടക്കുന്ന വെള്ളത്തിൽ കിടക്കുന്നൊന്നും അല്ല കാര്യം. ഈ ജക്കൂസിയുടെ കുറച്ച് സൗണ്ട് ഉണ്ട്, അതല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം പാലം മാറി, ഇപ്രാവശ്യം ഏകാന്തതയിലോട്ട് പോയിരിക്കുക. എടാ നീ അന്ന് ജനൽ തുറന്ന് പുറത്തോട്ട് നോക്കിയാൽ നീ എന്താ കാണുന്നത്? അതാരാ അവിടെ കിടന്ന് തൊലിക്കുന്ന വയ്യ അവന്? ഇരുട്ടിപ്പോയി. എടാ ഫൈനൽ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആരാണ് ജയിക്കുക ഞങ്ങൾക്ക് കാണാം. കാരണം അമ്മാരി കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ഇത് നമുക്ക് നോക്കാല്ലേ, കമന്റിൽ ആൾക്കാർ പറയും ഏതാണ് ലക്ഷറി എന്ന്. ഇച്ചിരി ബോധമുള്ള ആൾക്കാർ അതിന് ഇവിടെ വല്ലാൻ വേറൊരു സ്ഥലമില്ല. അതിന് ഇതിന് വല്ല വേറൊരു സ്ഥലമില്ല. ഞങ്ങള് ചായ കുടിക്കാനിരിക്കുന്ന വ്യൂ നീ ഒന്ന് കാണണം. ഇതെല്ലാം കൊണ്ട് എവിടെ കൊണ്ട് പറയുന്നത്? എടാ ആകെ നിങ്ങൾക്കൊരു പൂളല്ലേ ഉള്ളൂ ഇവിടെ. പിന്നെ വേറെന്ത് തേങ്ങ വേണ്ട അവിടെ? വേറെന്ത് തേങ്ങ വേണ്ട അവിടെ?
വേറെ എന്ത് തേങ്ങ ഉണ്ടോ? വീഡിയോ വരുമ്പോ കാണ്, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. വീഡിയോ വരുമ്പോ കാണ്. ആ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. വീഡിയോ വരുമ്പോ കാണ് ആറയാ നല്ല സ്ഥലമൊന്ന്. രാവിലെ ആയാ? ഉറക്കമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എണീക്കാ രാവിലെ എണീക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കമൊക്കെ നല്ല സൂപ്പർ ഡീപ് സ്ലീപ്പ്. സൂപ്പർ ആയിരുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഉറങ്ങിയ പോലെ. ആ സാഹിത്യമൊക്കെ വരുന്നല്ലേ? പുറത്തോട്ട് ഇറങ്ങുക. സുപ്രഭാതം 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 സുപ്രഭാതം. കണ്ണടച്ച് കിടക്കുന്ന കണ്ടു അല്ലേ? എല്ലാം കണ്ണടച്ച് കിടക്കുന്ന കണ്ടു. അങ്ങോട്ട് നോക്കൂ, കോട നിറഞ്ഞ മല. ഫ്രഷായി ഇവിടെ വന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യുകയായിരുന്നു. പുതിയ പുതിയ ശീലങ്ങൾ പുതിയ പുതിയ സ്ഥലത്ത് വരുമ്പോൾ എന്ത് ചെയ്യാം. എനിക്ക് ഇന്നലെ എന്തൊക്കെയാണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. എപ്പോഴാണ് വെള്ളത്തിൽ ഇറങ്ങിയതെന്ന് എനിക്കറിയത്തില്ല. ഇനിയും കുറച്ച് ആക്ടിവിറ്റീസ് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇപ്പോഴും 2 എൻവലപ്പ് തുറക്കാൻ കിടക്കുന്നു. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ മറ്റേ പൈപ്പ് ഉണ്ടായിരുന്ന സെറ്റായിരുന്നല്ലേ? ആ പൈപ്പ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. ഒരു പൈപ്പ് വേണമായിരുന്നു ഇവിടെ. പിന്നെ ഒക്കത്ത് 2 പിള്ളേരുവാ. അല്ല, ദിലീപിന്റെ 2-3 പിള്ളേരുണ്ടായിരുന്നല്ലേ ചോദിച്ചതാ. ഇവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? എഴുന്നേക്കണേ, പിന്നെ പോയി കിടന്നടാ നീ. നല്ല തണുപ്പ്, അത് എനിക്കും അറിയാം. ഇവിടുന്ന് എഴുന്നേക്ക്. മൂടൽ മഞ്ഞൻ ഓഹോ താഴ്വരയിൽ ഓഹോ. ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് വ്യൂ. എന്നിട്ട് പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന സാധനം ഇതാണോ നമുക്ക് വ്യൂ ഇല്ല എന്ന് കുറച്ച് പേര് പറഞ്ഞത്? ആർക്കറിയാം, അവന്മാർക്ക് തലക്ക് ഭ്രാന്ത്. വ്യൂ ഇല്ല എന്ന് പോലും. ഏത് മലയാണ് വേണ്ടത്? ആ മല വേണോ? ഇവിടെ മല മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ല ചൂട് പുട്ടും ചൂട് മുട്ടക്കറി. അമ്പോ സെറ്റ്. കൊള്ളാം, അടിപൊളി. ഫുൾ ഡയറ്റ് പോയി കിടക്കുകയാണ്. ഇതെന്തോ ബനാന കേക്ക് 2 എടുത്തേക്ക്. എന്തോ പേസ്ട്രിയാ എടുത്തേക്ക്. ഇപ്പോൾ ഡെസേർട്ടിൻ്റെ ഓപ്ഷൻ മാത്രമേ നിറച്ച് വെച്ചിരിക്കുകയാണല്ലേ. ഞാനിവിടെ അവിടെയുള്ള എല്ലാ പേസ്ട്രി എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ പൈനാപ്പിളും എന്താണ് റോസ്റ്റഡ് പിസ്തയൊക്കെ എടുത്തിട്ടുണ്ടിരിക്കുന്നത്. അത് ചീസ് ലൈസ് എന്തിനാണ്? അതൊരു ക്രേസി കോമ്പോ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആണോ? ചീസ് സ്ലൈസും പൈനാപ്പിളും കൂടി കഴിച്ചു നോക്കും. ഇല്ലാത്ത കോമ്പിനേഷൻ വല്ല വേണം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചു നോക്കും. ഞാൻ ഏത് കോമ്പിനേഷൻ കഴിക്കും? ആൾക്കാർക്ക് അറിയാം. നീ എന്താ വെറുതെ ഇവൻ പറഞ്ഞ കോമ്പിനേഷൻ കേട്ടോ. I approve this combination. Okay, it's like cheesy pineapple. ഇവിടെ ചില്ല് ചെയ്തിരിക്കുക അല്ലേ കുറച്ചു നേരം. കോട നോക്കിയാ പോണത്. അടുത്ത എൻവലപ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഐശ്വര്യമായിട്ട് ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നു. എൻജോയ് ദ നേച്ചർ വിത്ത് എ മോർണിംഗ് ട്രെക്ക്. അപ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇനി ഇരിക്കാൻ നേരമല്ല, ട്രെക്ക് ചെയ്യണം. ഓക്കെ ബോയ്സ്, അപ്പം ഞാൻ ഈ ഹോട്ടലിന്റെ വലിയ വിഷ്വൽസ് കാണിച്ചില്ലായിരുന്നു. ഇന്നലെ കുറേയേറെ കാര്യത്തിൽ നമ്മൾ തിരക്കായിരുന്നു കൊണ്ട് പലതായിട്ടൊന്നും കാണിക്കാൻ പറ്റാഞ്ഞതാണ്. ഇന്നലെ എന്തൊക്കെ ചെയ്യുന്നത് എനിക്കൊന്നും അറിയത്തില്ല. വന്ന സമയത്തോട്ട് കുറെ പരിപാടി മാത്രമേ ഉള്ളായിരുന്നു. അതെ, ഫുൾ അഡ്വഞ്ചർ ആണ്. അഡ്വഞ്ചർ ഇപ്പൊ ഇതാ ഹോട്ടൽ കേട്ടാ. ഇവിടുന്ന് പൊക്കത്തോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ ബിൽഡിംഗ് കണ്ട. ഇത് 4th ഫ്ലോറാ. ഇത് 4th ഫ്ലോർ. അടിയിലോട്ട് ഇനിയും ഉണ്ട് 1st ഫ്ലോറൊക്കെ താഴത്തോട്ട്. നോക്കി ദേ താഴത്തോട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തല്ല. നമ്മൾ നിന്നത് ആ ഗ്രാൻഡ് ക്ലിഫ് എന്ന് കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ബിൽഡിംഗ് കണ്ട. അവിടെയാണ് നമ്മൾ സ്പാ എടുത്തത്. അതിന്റെ സൈഡിൽ ആ പച്ച ഒരു ഹഡ് കാണുന്നുണ്ടെങ്കിൽ അവിടെയായിട്ട് ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ടില്ല, പുറകിൽ തന്നെ ഉണ്ട്. അവിടെ ആൾക്കാർ പ്രൈവസി ആവുന്ന നമ്മൾ ക്യാമറ കയറ്റാത്ത. നമുക്ക് ഓൾറെഡി പ്രൈവറ്റ് ഉണ്ടല്ലോ, പിന്നെ പോകേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട് നടന്നിട്ട്? കുഴപ്പമില്ല, നല്ല രാത്രി നല്ല ഉറക്കം, നല്ല ഭക്ഷണം, പിന്നെ ഒരു നടപ്പ്. സുഖമല്ലേ? കൊള്ളാല്ലേ? ആഹാ, ഇപ്പൊ വ്യൂ എന്താണാവോ അല്ലേ? ഞാൻ മറന്നുപോയി. 2 നിമിഷം കൂടി ഇപ്പം തുറക്കാനുണ്ട്. ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വിചാരിച്ച സമ്മതിക്കുന്നില്ല. എന്താണ് ബോയ്സ്, ഈ ജീപ്പ് സഫാരി ഈസ് വെയിറ്റിംഗ് ഫോർ യു ഗൈസ്. നമുക്കൊരു ജീപ്പ് സഫാരി കിട്ടാൻ പോവുകയാണ്. തീരുന്നേ ഇല്ലല്ലോ ഇത്. JMB എത്ര രൂപ പൊട്ടിച്ചെന്നാ പറഞ്ഞ? JMB എനിക്ക് തോന്നുന്നു എന്റെ ബഡ്ജറ്റ്, എന്റെ ക്രെഡിറ്റ് കാർഡ് മാക്സ് ഔട്ട് ആക്കി തോന്നുന്നു കേട്ടാ. ഇത് കാണാനാണോ അരുവിയാണോ? ഫുള്ള് വട്ടവള. ഇപ്പൊ താഴെ പോരെ. വ്യൂ നോക്കി പോയാനല്ലേ. സൈക്കിളോട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ല കേട്ടാ. അതാണ് 90 ഡിഗ്രിയിൽ ഇങ്ങനത്തെ ഇൻക്ലൈൻ ഉള്ളത്. വേലി ഞാൻ തന്നെ വേലി. മാനേജർ ഇവിടെ ജനസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ.
ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്ത്. ഈ ഗ്യാപ്പ് കണ്ടോ, അതുമ്പോ ചവിട്ടി വാ, ഇവിടെയൊക്കെ ചവിട്ടി വാ, കാലം അവിടെ വെച്ച് വാ. ട്രക്ക് ചെയ്ത് വന്ന വ്യൂ കണ്ടാ നിങ്ങള് നോക്കിക്കേ. റൂമൊക്കെ എടുത്തിരുന്നു കഴിഞ്ഞാൽ ഈ വൈബൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയത്തില്ല, സംഭവം കൊള്ളാം. കുറച്ച് മഴയൊക്കെ പോയി നല്ല കനത്ത് നിൽക്കുമായിരുന്നു. ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം നല്ല നൈസ് ആയിരുന്നു. ഹെവി സാധനം. ഒരു നയഗ്ര ഫോൾസിന് ലെവൽ വന്നത്. ഇതിപ്പം നല്ല, ഞാൻ ഉദ്ദേശിച്ച വെള്ളമില്ല. എന്റെ അളിയാ, എന്ത് വ്യൂടാ. അമ്മോ, ഇവിടുന്ന് മറ്റേ മൊത്തം വട്ടോടെ കാണാൻ തോന്നല്ലേ? മുഴുവൻ മൂന്നാർ വട്ടോടെ എല്ലാം കാണാം. പോർട്രേറ്റ് ഫ്രെയിം ചെയ്ത് വെക്കാം ഇത് അല്ലേ? ഇതൊക്കെ മുറിയിൽ ഫ്രെയിം ചെയ്ത് വെക്കണം. പിന്നല്ല, അപ്പൊ അങ്ങനത്തെ സീനറി ഒക്കെ ഒറിജിനൽ ആണെന്ന് എനിക്ക് ഇപ്പഴാണ് മനസ്സിലാകുന്നത്. ഒരു ജീപ്പുമായിട്ട് നമ്മൾ പുഴ കിടക്കുകയാണ്. പുഴയായിട്ടുള്ള ഇല്ല എന്നാലും നല്ല ആവശ്യത്തിന് വെള്ളമുണ്ട്. കുറച്ചേറെ വെള്ളത്തിലോട്ട് പോകല്ലേ. ക്യാമറ 5 ലക്ഷത്തിന്റെ ക്യാമറ ആയിട്ട് അകത്തോട്ട് കയറും. വന്ന് റിലാക്സ് ചെയ്യാനുള്ള സാധനം കൊണ്ടുണ്ട്. സ്വീകരിക്കും. ഇത് മാനേജർ തുറന്നോ? ഞാൻ തുറക്കണേ. പിന്നെ ഗോ ഡൗൺ ദ മൗണ്ടൻ ആൻഡ് ഗെറ്റ് സം ഫ്രഷ് സ്ട്രോബെറി ആൻഡ് ഹണി. താഴോട്ട് പോയി സ്ട്രോബെറിയും ഹണിയും പറിക്കാൻ. ബാബു, ഹണി എങ്ങനെ പറിക്കണം? ഹണി പറിക്കാൻ പറ്റുമോ? തേൻ എടുക്കാം നമുക്ക്. ഓക്കെ, തേൻ എടുക്കുകയും സ്ട്രോബെറി പറിക്കും അല്ലേ? ഞാൻ എത്ര നേരം വിചാരിച്ചത് ഓഫ് റോഡ് ആണെന്നാണ്, പക്ഷെ ഇപ്പോഴാണ് ഓഫ് റോഡ് യഥാർത്ഥം. അത് എത്ര നേരം റോഡ് ഉണ്ടായിരുന്നു അവിടെ. 4x4 ആക്കിയത് ഇപ്പോഴാ ചേട്ടൻ 4x4 ഒക്കെ ഓണാക്കി. ഇങ്ങനെ സ്ട്രോബെറി ഫാമിൽ കൂടെ നടക്കാൻ പറ്റുമോ നീ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഞാൻ ഓർത്തിട്ടില്ലേ. കൊള്ളാം. ഇവിടെ സ്ട്രോബെറി ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ടോ? അതെ, ഇവിടെ 2 ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിക്കാൻ പാകമായടാ. ഞാൻ കഴിക്കാം ചേച്ചി. ഇപ്പൊ ഒരെണ്ണം പറിച്ച് കഴിക്കാല്ലേ? പറിച്ചാലോ? 2 പറിക്കും നോക്കാം. എടാ ഒരെണ്ണം കഴിച്ചു നോക്കി നീ. കളർ ഉണ്ടോ? അതേ ക്യാമറ കാണിച്ചേ. നീ ഒരെണ്ണം കഴിച്ചു നോക്കാം. എങ്ങനെ നോക്കിയേ. നല്ല മധുരമുണ്ട്, ചെറിയ പുളിയുണ്ട്. മൊത്തം സെറ്റല്ലേ? സെറ്റാണ്. എനിക്ക് കൂടെ പറിക്കാം. എന്തായാലും ഇവിടെ ഇറങ്ങും. വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ കയറിപ്പോട്ടെ. ഇത് കൊള്ളാം കേട്ടാ. ഇതും ഫ്രഷാന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. പക്ഷേ സീസൺ ടൈമിൽ പറഞ്ഞായിരുന്നു. ഇവിടെ സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് ഉള്ള ഒരു ഇതാണ്. ഇല്ലെങ്കിൽ ഇവിടെ മൊത്തം ആയിരിക്കും എന്നാണ് ചേച്ചി പറയുന്നത് അല്ലേ? ഓക്കെ. ഈ വഴിക്കുള്ള ജീപ്പിന് വരത്തുള്ളൂ. നമ്മുടെ വണ്ടി ആയിരുന്നെങ്കിൽ ആ തുടക്കത്താണ് എവിടെ നിന്ന് പോയാൽ. ആ കയറ്റത്തിൽ ഗട്ടറുണ്ടായിരുന്നു. കുറേയേറെ ഇളകി സത്യം. അപ്പൊ സ്ട്രോബെറി എല്ലാം കണ്ടില്ലേ? നമുക്ക് തേൻ കുടിക്കാൻ പോകാം. ചേട്ടാ, നമ്മുടെ കടയില് ചോക്ലേറ്റ് ചായ. ചേട്ടനാ? അയ്യോ, ഇത് വീഡിയോ ഒക്കെ വേണ്ടി പറയുന്നയാ. പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോ. അപ്പൊ മോനേന്ന് പറയണം. അപ്പൊ മോനെ വാന്ന് പറയണം. മനസ്സിലായോ? മോനെ 30 വയസ്സായിട്ടില്ല, ഇത്രയും വലിയ മോനെ. ഇത്ര വലിയ മോനെ. 30 വയസ്സാണ്. ഇതാര് ചെയ്യുമെന്നറിയാവാ? ഇതവൻ ചെയ്യും. നമ്മുടെ സ്വന്തം ടെസ്റ്റർ. അതല്ലേ ബോക്സ്. അങ്ങനെ ഓതന്റിക്ക് ഹണി എടുക്കാൻ വേണ്ടിട്ട് നമ്മള് തേനീച്ച കൂട്ടിലെത്തിയിരിക്കുകയാണ്. പേടിക്കണ എന്തിനാണ്? അങ്ങോട്ട് ഇട്. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പതിയെടുത്തായി. നമുക്ക് സമയമുണ്ട്, ഒത്തിരി സമയമുണ്ട്. ഇതൊക്കെ പേടിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മള് പ്രകൃതിയായിട്ട് ഇണങ്ങി ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം. നമുക്ക് തിരിച്ചു വെക്കണം അങ്ങോട്ട്. ഞങ്ങളെ കൊണ്ടുവന്ന ചേച്ചി ഓടിക്കളഞ്ഞ അങ്ങോട്ട്. പക്ഷേ ടെസ്റ്റർ പവറായിട്ട് പവറായിട്ട് നിൽക്കുന്നുണ്ട്. കൊത്ത എനിക്കിപ്പോ കിട്ടിയിട്ടില്ല. അവനോട് പറഞ്ഞോട്ടെ, അവനത് കൈകാര്യം ചെയ്തോളൂ. ചേച്ചി പറഞ്ഞ ഞാൻ ചെയ്യാം. അവൻ ചെയ്തോളൂ. നാട്ടിൽ ഒരു പകുതി കീറിയത്. അതവിടെ വെച്ചേര്. ബാക്കി എങ്ങനെ അത് അങ്ങനെ വെക്കണ്ട. പീസായിട്ട് എടുത്ത് വെച്ചോ. എടാ പീസ് എടുത്ത് അകത്തോട്ട് വയ്യടാ. ഇങ്ങനത്തെ ഒരു ഹാങ് ബ്രിഡ്ജ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോക്കകത്തും അവന്മാര് വേറെ എവിടെയോ പോയത്. അവന്മാർക്ക് അങ്ങനെ ഹാങ് ബ്രിഡ്ജ് പറ്റുന്ന അറിയത്തില്ല. ഞാൻ നല്ല കോട്ടയത്തെ ഹാങ് ബ്രിഡ്ജ് പറഞ്ഞപ്പോ അവന്മാർ ഇടുക്കിയിലെ ഹാങ് ബ്രിഡ്ജ് തപ്പി. ഇവിടെ മൂന്നാറിലുള്ള ഇരിപ്പുണ്ട്. ഇത് നല്ല സ്റ്റേബിൾ ഉണ്ടാക്കിയിരിക്കുന്നു. മൂടൽ മഞ്ഞിൻ ഓഹോ വേണ്ട, താഴ്വര വേണ്ട. മലയില്ലെന്ന് പോലും മല. അവന്മാരെന്ത് ചെയ്യുമായിരിക്കും എനിക്ക് അറിയാൻ പറ്റില്ല. അവന്മാരെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണം. നമ്മളൊരു കാടും കയറി മലയും കയറി ജീപ്പ് സഫാരി കഴിഞ്ഞ് താഴ്ത്തിറക്കി വരുമ്പോ അവന്മാർ ഈ നിമിഷം എന്ത് ചെയ്യുകയാണ്? കട്ടുതം. ആദ്യം മാനേജർ നോക്ക്. ഞാനല്ല, നീ തിന്നെ. കഷ്ടപ്പെട്ട് എടുത്ത നീ അല്ലേ? മുഴുവൻ കഴിക്കുവാ നീ? എന്തോ ഇതിന്റെ ടേസ്റ്റ്? എന്തോ ഉണ്ട്. ഇതിന്റെ ഈ കൂടുന്നില്ലാവാ. മൊത്തം തന്നെ ആണോ? ആണോ? മിഴുങ്ങി അവനത്. അത്ര ഇല്ലായിരുന്നു കേട്ടോ. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല കേട്ടോ. അവൻ മൊത്തം കഴിച്ചു. എനിക്ക് വേറെ സാധനം കിട്ടിയത്. വൃത്തികെട്ട ടേസ്റ്റ് ആയി.
സത്യം പറഞ്ഞ കരിക്കിന്റെ ടേസ്റ്റ്. അത് കഷ്ടപ്പെട്ട് എന്തൊരു ഭാഗമായത്. ഞാൻ തേനുള്ള പീസ് എടുത്ത് കഴിച്ചു. പുള്ളി മറ്റേ എടാ കരിക്ക് തിന്നത്തില്ല നമ്മള്, അതുകളൊക്കെ ഇരിക്കുന്നത്. ഇവിടുന്ന് നോക്കാൻ നമുക്ക് നമ്മുടെ റിസോർട്ട് കാണാം, അറിയാം നോക്കി. അവിടുത്തെ ആ അറ്റം വരെ ഉണ്ട്, നല്ല വലിപ്പമുള്ള പ്രോപ്പർട്ടി കേട്ടോ. സത്യം നല്ല വലുതാ. നമ്മൾ അവിടെ നിന്നപ്പോ അറിഞ്ഞില്ല, ഇവിടുന്നാണ് ഇപ്പൊ പ്രോപ്പർ ആയിട്ട് ഫുൾ ബിൽഡിംഗ് കാണാൻ പറ്റുന്നത്. അവിടെ നിന്ന് ആ കണ്ട മല ഈ മലയാ സെയിം തന്നെ. ആയിട്ട് നമ്മളിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്നിട്ടിരിക്കും. നമ്മളല്ലേ പറഞ്ഞ അവിടെ നിന്ന് കോട കാണാൻ പറ്റുള്ളൂ. അത് ഈ മലയാണ്, ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല. ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ടൈം ടു ഗോ ടു യുവർ ഫൈനൽ ലൊക്കേഷൻ, ചെക്ക് യുവർ ഫോൺ. അത് നമുക്ക് വേറൊരു ഫൈനൽ ലൊക്കേഷനിലോട്ട് പോകാനുള്ള സമയമായി. തീരാറായപ്പോ നമ്മുടെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞ നമ്മുടെ ലക്ഷറി ഒരു ദിവസം കൂടെ നിൽക്കായിരുന്നു, നല്ലതായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എനിക്ക്. സത്യമായിട്ട് ഫുൾ ടൈം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരുന്നോണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇപ്പൊ ഫാർമസിറ്റ് ഒക്കെ നമ്മൾ തേനും വാങ്ങിയിട്ടുണ്ട്, ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ട്. ഇത് പിടിച്ചേ, നമുക്ക് തേൻ പൊട്ടിച്ച് തിന്നാം. തേനല്ല, ചോക്ലേറ്റ്. ചോക്ലേറ്റ് പൊട്ടിച്ച് തിന്നാം. അടുത്ത പിന്നെ വന്നു തുറക്ക നോക്കാം, എന്നാന്ന് നോക്കാം. It's time for you guys to head to the final location. Check your message for location. അമ്മമാര് വരട്ടെ, നമ്മൾ ഫൈനൽ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ടീം അമ്മമാരെന്ന് വന്ന് കിട്ടിയിട്ട് വേണം അമ്മമാർക്ക് ലക്സറി എന്താണെന്ന് അമ്മമാരെ പറഞ്ഞു കൊടുക്കാൻ. അമ്മമാർ എപ്പോ വരും? എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. രക്ഷയിൽ അടിപൊളിയായിരുന്നു. ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ ലക്ഷറി പ്രതീക്ഷയാണ് വന്നത്, സത്യം പറയാമല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു ചെറിയ ഡിസപ്പോയിൻമെന്റ് ഉണ്ടായെങ്കിലും പിന്നെ ഇവിടെ വന്ന് നിന്ന് ഈ 2 ദിവസം എക്സ്പീരിയൻസ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. A to Z അടിപൊളിയായിരുന്നു, ഒന്നും കുറ്റം പറയാനില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, സീരിയസ്ലി പോകാൻ തോന്നുന്നില്ല. ആ ഒരു വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇതിലും വലിയ ലക്ഷറി എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു, ഇവരുടെ നേച്ചർ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ലക്ഷറിയസ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഓട്ടോ പിടിച്ച് ഫൈനൽ ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട്, നേരെ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഇത് അങ്ങോട്ട് നോക്കിയാ വേറൊരു സബ്സ്ക്രൈബർ പോവാണെന്ന് തോന്നുന്നു. ഹായ് പറഞ്ഞോണ്ട്. ഇല്ല, അമ്മമാര് ക്ലൗഡ്ബറിയിലെ അമ്മമാര് ആണോ? നിങ്ങളുടെ ആൾക്കാരാണോ? വെറുതെ ഞങ്ങളുടെ ആൾക്കാരാണ്. ഞങ്ങളെല്ലാരും അവിടെ സൽക്കരിക്കാനുള്ളതുകൊണ്ട് ആരും എവിടുന്നൊക്കെ സൽക്കരിക്കാന്ന് പറയാൻ പറ്റത്തില്ല. സൽക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധനങ്ങള് മാത്രം ഉള്ളായിരുന്നു, അതുകൊണ്ടായിരുന്നു താഴ്ന്നു നടക്കുന്നത്. നിങ്ങളൊരു കിണ്ണി ചെയ്താൽ ഉറങ്ങുമായിരിക്കും. നിങ്ങൾ ട്രെക്കിങ്ങിന് വല്ല മലയാളമൊക്കെ പോയി ആണോ? കണ്ണിന് താഴെ കറുത്തിരിക്കുന്ന ഇവന്മാർ ഉറങ്ങിട്ട് പോലും ഇല്ല. കേക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി സെർവ് ചെയ്യാൻ വേണ്ടി 3 പേരുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി 5 പേരുണ്ടായിരുന്നു. അതിലൊന്നും കാര്യമില്ല, മല മാത്രമേ ഉള്ളായിരുന്നോടാ. പോയപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഈ 2K ബഡ്ജറ്റും ഈ 50K ബഡ്ജറ്റിലും അവർ ഇങ്ങനെ 2K 50K കാണിച്ചതേ ഉള്ളൂ. മുമ്പിലോട്ട് ഇതിനെക്കാട്ടും കൂടുതൽ വലിയ ബഡ്ജറ്റ് വരും. ഞാൻ റാൻഡം ആൾക്കാർ സെലക്ട് ചെയ്യുന്നതാണ്. ഗൂഗിൾ ഫോം താഴ്ത്തുന്നുണ്ട്. ഇവൻ പിന്നെയും വരാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവൻ എങ്ങനെയൊക്കെ പിന്നെയും കയറി വന്നതാ. എന്നിട്ട് എനിക്ക് അവൻ എന്തായാലും ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് വണ്ടർഫുൾ ആപ്പിൾ. I'll see you guys next time. Take care. Peace.